നമ്മൾ വാസ്തവം പറഞ്ഞ ഒരു ഈശോയുടെ മഹാജൂബിലിയുടെ ഒരു ഡെക്കയിലേക്ക് 10 വർഷത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദിവസമായിരുന്നു. ഞങ്ങൾ കുറേ കാലമായിട്ട് അതിനുവേണ്ടി ഇങ്ങനെ ഒരുങ്ങുന്നുണ്ടായിരുന്നു പ്രത്യേകമായിട്ടേ. അതായത് ഈശോ നമ്മൾ ക്രിസ്തു ജയന്തി ആഘോഷിച്ചല്ലോ, അതിനുശേഷം ഈശോ ജനിച്ചത് മാത്രം അന്ന് ആഘോഷിച്ചുള്ളൂ. ഇനിയിപ്പം ഈശോയുടെ എല്ലാത്തിൻ്റെയും മഹാജൂബിലികൾ ആഘോഷിക്കുന്ന 2000 വർഷം തികയുന്നതിൻ്റെയോ 2000 വർഷം തികയുന്നതിൻ്റെ മഹാജൂബിലികൾ ആഘോഷിക്കുന്നതിൻ്റെ ഈ 10 വർഷത്തിനുള്ളിലാണ് ഈശോ BC 4 ജനിച്ചതെന്ന് പറയുന്നത്. കേട്ടിട്ട് കാണുമായിരിക്കുമല്ലോ. അന്നേരം 33 നമ്മൾ സഭ ഔദ്യോഗികമായിട്ട് ആചരിക്കുള്ളെങ്കിലും ഏപ്രിൽ 7 2030 ആകുമ്പോൾ യഥാർത്ഥത്തിലാവും എന്ന് പറഞ്ഞാൽ ഈ 10 വർഷത്തിനുള്ളിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഒരു ഭാഗ്യപ്പെട്ട ഒരു 10 വർഷത്തിനുള്ളിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ ദൈവം പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതുപോലൊരു തലമുറ ഇനി ഉണ്ടാകണമെങ്കിൽ 2000 വർഷം കഴിയണം. അത്രയും പ്രത്യേകതയുണ്ടെന്ന് ഓർത്തു. അതുകൊണ്ട് അതുപോലെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു ദിവസമായിരുന്നു ഇന്ന് തൊട്ട്. ഇനിയിപ്പോൾ ഒരു 10 വർഷം. പിന്നെ ഫ്രാൻസിസ്കനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 26 ആകുമ്പോഴത്തേനും ആസിസ് പുണ്യാളൻ്റെയും 800 വർഷം തികയുന്ന ദിവസമാണ്. അങ്ങനെ എല്ലാം ഭാഗ്യപ്പെട്ട നിങ്ങളന്നേരത്തേനും പ്രത്യേക ഇതിലേക്ക് കയറുകയും ചെയ്യുമല്ലേ. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും പ്രത്യേകതയാണ്. 26 തന്നെ ഈശോയുടെ ഇതിൻ്റെ മാമോദീസായുടെ ആവും. മാമോദീസായുടെ 2000 വർഷം തികയും. 3 വർഷം മുമ്പല്ലേ. 29 യഥാർത്ഥത്തിൽ BC 4 2000 തികയും. അന്നേരം ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും സഭ സ്ഥാപിച്ചതിൻ്റെയും കുദാശകൾ സ്ഥാപിച്ചതിൻ്റെയും പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെ എല്ലാം ഒരു 33 അല്ലായിരിക്കും, അതിൽ കൂടുതൽ കാര്യങ്ങൾ കാണുമേ. എൻ്റെ എല്ലാം മഹാജൂബിലി. അന്നേരം അത്രയും പ്രാധാന്യം. മറ്റേ ക്രിസ്തു ജയന്തി മാത്രമല്ലായിരുന്നുള്ളൂ അതിൻ്റെ. പിന്നെ ഒരു 3 വർഷം മുമ്പാണല്ലോ ഈശോ മാമോദീസ സ്വീകരിക്കുന്നത്. മാമോദീസ സ്വീകരിച്ചതിൻ്റെ സ്വർഗം തുറന്നതിൻ്റെ മാമോദീസ സ്വീകരിച്ചപ്പോഴാണല്ലോ സ്വർഗം അടയ്ക്കപ്പെട്ട സ്വർഗം തുറന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല, നമുക്ക് അതുപോലെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതിൻ്റെ, പിതാവിൻ്റെ പ്രിയപുത്രനാണ് ഈശോ എന്ന് വെളിപ്പെടുത്തിയതിൻ്റെ, ദൈവം സ്നേഹമാണെന്ന് വെളിപ്പെടുത്തിയതിൻ്റെ, ദൈവം ത്രിത്വമാണെന്ന് വെളിപ്പെടുത്തിയതിൻ്റെ എല്ലാ മഹാജൂബിലികളും ഈ 26 വരും. 6 വർഷം കഴിയുമ്പോൾ അത്ര അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ആസിസ് പുണ്യാളൻ്റെ തിരുനാൾ 800 വർഷം കഴിയുന്നതാവും മരിച്ചതിൻ്റെ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ 2000 വർഷം കഴിയണം ഇതുപോലെ ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരു ജനത പ്രവേശിക്കണമെങ്കിൽ. അപ്പം നമ്മൾ അത്ര അതിഗൗരവത്തോടെ എടുത്ത് ഈ ദിവസങ്ങളെ നമ്മൾ വർഷങ്ങൾ വഴിയല്ല, മാസങ്ങളും വഴിയല്ല, സെക്കൻഡ് ബൈ സെക്കൻഡ് ജീവിക്കേണ്ട സമയങ്ങളാണ് ഇനിയുള്ളത്. അത്രേ ഒന്ന് ബോധ്യപ്പെട്ട് ജീവിച്ചാൽ ഭയങ്കര നമുക്ക് ഇത്രയൊരു നമുക്ക് ഈശോയോടുള്ള സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റും. ഞാനിന്ന് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ കുറേ വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ഒരുങ്ങുന്നുണ്ട് ഈ ദിവസത്തിലേക്ക് വരാൻ വേണ്ടി. അപ്പം അങ്ങനെ ഒരുങ്ങി വന്നൊരു ദിവസമായിരുന്നു, അങ്ങനെ ഒരുങ്ങി പ്രവേശിച്ച ഒരു ദിവസമാണ്. പിന്നെ നമുക്കിതിനെക്കുറിച്ച് പറയാം. ഞാൻ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞെന്നുള്ളൂ. അതിൻ്റെ ഒരു സമയത്തിൻ്റെയും ദിവസത്തിൻ്റെയും ഒരു ഗൗരവത്തെക്കുറിച്ചേ ഞാൻ എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ സെമിനാറിലാണ്, ഞങ്ങൾ മുൻ ഫ്രാൻസിസ്കനായിരുന്നു. ഇപ്പോഴും അതെ. 8.5 വർഷം സെമിനാരിൽ പഠിച്ചു, 8.25 പഠിച്ചു. ആസിസ് പുണ്യാളൻ്റെ ജീവിതം ഒത്തിരി അന്നും ഇന്നും എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടും സജീവമാക്കിക്കൊണ്ടും ഇരിക്കുന്ന ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ ഫ്രാൻസിസ്കനോ ആസിസ് പുണ്യാളനോട് ഒത്തിരി സ്നേഹമുള്ളവരോട് ഇങ്ങനെ ഈശോയുടെ കാര്യം പറയാൻ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളിവിടെ വന്നതിനെക്കുറിച്ച് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറേ ചിന്തിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ വന്നേ എന്നുള്ള ഒരു കാര്യം അങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്ന് പറയാമെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് ഈശോ ഇങ്ങനെ ഞാൻ ഇപ്പം പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴേ ഈശോ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഈ വിജനമായ സ്ഥലത്തേക്ക് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, വിജനതയിലേക്ക് വശീകരിച്ചുകൊണ്ട് പോയിട്ട് ദൈവത്തിൻ്റെ ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്താനേ. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന പോലെ എനിക്കെപ്പോഴും തോന്നുന്നത് ജീവിതം മൊത്തമേ. അപ്പം അതിനൊരു ആദ്യത്തിൽ എന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഞാൻ ഈ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വീട്ടിൽ ചാച്ചനൊരു പുതിയ നിയമത്തിൻ്റെ കോപ്പി മേടിച്ചു. എന്നിട്ട് അമ്മ അതെന്നും ഒരു സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഒരധ്യായം വെച്ച് എന്നും വായിക്കുമായിരുന്നു ക്രമത്തിൽ. മത്തായി സുവിശേഷം 1-ാം അധ്യായം തുടങ്ങി യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം വരെ വായിക്കും. അങ്ങനെ പിന്നെ അത് വീണ്ടും തിരിച്ച് മത്തായി സുവിശേഷം 1-ാം അധ്യായം വരും. അങ്ങനെ ഈ സുവിശേഷം ഇങ്ങനെ അവിടെ വീട്ടിൽ പ്രവണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അത് വായിക്കുന്നുണ്ട്, ഇത്രയും വർഷങ്ങളായിട്ടും അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നേരം ഒരു 3-4 വർഷം ഞാനിങ്ങനെ ഈശോയുടെ ജീവിതം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇങ്ങനെ കേട്ടു. ഈശോയുടെ സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഈശോയുടെ ഒരു പ്രത്യേക സ്നേഹം തോന്നാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അന്നേരം ഒരു 6-ലും 7-ലും ഒക്കെ പഠിക്കുമ്പോഴത്തേനും ഈ ഈശോയുടെ ജീവിതം 4 സുവിശേഷവും കൂടെ ഒരുമിപ്പിച്ചിട്ട്
എന്നിട്ട് അതിനകത്തുനിന്ന് ഒറ്റ ഈശോയുടെ ജീവിതം മുഴുവനും കൂടെ ഒറ്റയായിട്ട് ക്രമപ്പെടുത്തി. ഇപ്പം മംഗളവാർത്ത ലൂക്കാ സുവിശേഷത്തിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അത് ആദ്യം കൊണ്ടുവരണം. അങ്ങനെ എല്ലാം എന്നാലും ഞാനൊരു 10-12 വയസ്സുള്ളപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എങ്ങനെയാണെന്ന് ഇപ്പോഴും എനിക്ക് ആലോചിച്ചാൽ പിടികിട്ടുന്നില്ല. അതെങ്ങനെ എന്നെ കൊണ്ട് ഈശോ ജയിപ്പിച്ചെന്നേ ഇങ്ങനെ ക്രമപ്പെടുത്തി മുഴുവൻ ഈശോയുടെ ജീവിതവും ഓരോന്ന് നല്ലപോലെ ക്രമപ്പെടുത്തി എന്നിട്ട് ചിത്രകഥയായിട്ട് വരച്ചു. അന്ന് ചിത്രകഥയ്ക്കൊക്കെ പ്രാധാന്യമുള്ളൊരു സമയമായിരുന്നേ. അങ്ങനെ വരച്ച് ഏതാണ്ട് ഒരു 200 പേജിൻ്റെ ബുക്ക് നിറച്ച് പടമായി. ഒരു പേജിൽ ഒരു 4 പടം വെച്ച് അന്നേരം ഏതാണ്ട് ഒരു 800 പടം വന്ന് കാണും ഏറ്റവും ചുറ്റുവട്ടത്തിലേ. അപ്പം അത്രയും പടം വരച്ചു. അന്നേരം ഇങ്ങനെ ഓരോന്നും എഴുതണമല്ലോ. അന്നേരം ഈശോയുടെ വചനം എന്തേറെ അത് പടം വരയ്ക്കാൻ വേണ്ടി അല്ല കേട്ടോ. അന്നേരം ഈശോയുടെ ജീവിതം എനിക്കിങ്ങനെ കിട്ടാൻ വേണ്ടി ഈശോ തന്ന ഒരു എക്സസൈസ് പോലെ ഇപ്പം തോന്നുന്നത്. അങ്ങനെയായി അന്നേരത്തിന് ഈശോയുടെ ക്രിസ്തു സംഭവം ശരിക്കും അന്നേരത്തിന് നമ്മുടെ അന്തരംഗത്തിലേ ഭയങ്കര സജീവമായി. ക്രിസ്തു സംഭവം മൊത്തം ഭയങ്കര സജീവം. അത്രയും ഊർജ്ജം എടുക്കണമല്ലോ ഇതിനു വേണ്ടി. അന്നേരം കുഞ്ഞു പ്രായത്തിലും അല്ലേ. അപ്പം നമ്മുടെ ഏറ്റവും ഈ ഇൻ്റലക്റ്റൊക്കെ ഏറ്റവും ഇങ്ങനെ അധികം കറിയൊന്നും പറ്റാതെ കിടക്കുന്ന ഒരു സമയത്ത് അതങ്ങ് കയറി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് കരിസ്മാറ്റിക് ധ്യാനമൊക്കെ ഇങ്ങനെ ഇതുപോലെ അറിയപ്പെട്ടിട്ടില്ലായിരുന്നു. അന്നേരം വചനത്തോട് ഇങ്ങനെ വലിയ ഇതൊന്നും ഉള്ളൊരു സമയമല്ലായിരുന്നു. പക്ഷെ അന്നേരം എനിക്ക് ഈശോ വചനത്തോട് ഭയങ്കര തീക്ഷ്ണത തരാൻ തുടങ്ങി. അതിനൊരു എക്സാമ്പിളായിട്ട് ഞാനിങ്ങനെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മിഷലീൻ്റെ ക്യാമ്പ് ആനക്കല്ലുകാരി ഒരാളുണ്ടല്ലേ, അതാണ് ദർശനമൊന്നുമല്ല കേട്ടോ, ജൂണി പറഞ്ഞുകൊണ്ട് ആനക്കല്ലി വെച്ചൊരു ക്യാമ്പ് നടക്കുമായിരുന്നു, ക്യാമ്പ്. അപ്പോൾ അവിടെ വെച്ച് നടക്കുമ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്ന് എല്ലായിടത്തു നിന്നുള്ള ഒരു 1400 മിഷൻ ലീഗ് പിള്ളേരുണ്ട്. പിന്നെ കുറേ അച്ഛന്മാരുണ്ട്, കുറേ സിസ്റ്റേഴ്സുണ്ട്, കുറേ അധ്യാപകരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ക്യാമ്പ് നടത്ത വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള സമയം കിട്ടുമല്ലോ. അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഒരു കലാപരിപാടി അവതരിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പയ്യൻ കയറിയിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പത്രോസിനെ മാർപ്പാപ്പയായിട്ട് നിയമിക്കുന്ന ഭാഗം എടുത്ത് മിമിക്രി ആയിട്ട് കളിച്ചു. മിമിക്രി ആയിട്ട് കളിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ വില കുറച്ച് അതിൻ്റെ മഹത്വം കളഞ്ഞ് ആണല്ലോ അവതരിപ്പിക്കുന്നത്. അന്നേരത്തിന് എനിക്ക് സഹിക്കാൻ പറ്റിയില്ലേ. ഇത്രയും പേരെല്ലാം ഉണ്ട്, ഞാൻ താഴെ ഇരിക്കുക, എനിക്ക് സഹിക്കാൻ പറ്റിച്ചിട്ട് ഞാൻ സ്റ്റേജിൽ ഓടി കയറി. എന്നിട്ട് അന്നേരത്തിന് അവൻ അവതരിപ്പിച്ച് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് മേടിച്ചിട്ട് ഞാനൊരു 15 മിനിറ്റിലും പ്രസംഗിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഈശോയുടെ തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. വചനത്തെക്കുറിച്ചുള്ള ഈശോ ജെറുസലേം ദേവാലയത്തിൽ കയറി എന്ന് പറഞ്ഞ പോലെ ഒരു 15 മിനിറ്റോളം ഞാനിങ്ങനെ വചനം എടുത്ത് പറഞ്ഞൊന്നും ഓർക്കുന്നില്ല എന്നാണ് കൃത്യം. പക്ഷെ വചനത്തെ ഇങ്ങനെ അതിന് മഹത്വം കളഞ്ഞ് അവതരിപ്പിക്കരുത് എന്നുള്ള രീതിയിൽ ഒരു 15 മിനിറ്റേലും അതിശക്തമായിട്ട് അങ്ങ് പ്രസംഗിച്ചു. എന്നിട്ട് ഞാൻ ഇറങ്ങി വന്നു. ആരും എന്നോട് വഴക്കൊന്നും പറഞ്ഞില്ല. അതിപ്പോൾ ഓർക്കുമ്പോൾ നമുക്കതൊരു ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ വചനത്തിന് വേണ്ടി അങ്ങനെ നിൽക്കാൻ പറ്റിയില്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യം രൂപതാ സെമിനാരിയിലാണ് ഈ ക്യാമ്പിന് വേണ്ടി പോകുന്നത്, ദൈവവിളി ക്യാമ്പിന്. അവിടെ ചെന്നപ്പോഴും ഈ ക്യാമ്പിന് വന്നൊരു പയ്യൻ ഇതേ ഭാഗം തന്നെ എടുത്ത് മിമിക്രി കളിച്ചു. ഞാൻ അവിടെ എതിർത്തിട്ട് പിന്നെ അന്ന് പൗത്യപിതാവ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മെത്രാനെ പിതാവിന് ഞാൻ എഴുതി പിതാവ് ഇങ്ങനെ വചനത്തിൽ നിന്ന് എടുത്ത് കലാപരിപാടികളോ മിമിക്രി ഒന്നും അവതരിപ്പിക്കാൻ സമ്മതിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് എഴുത്തെഴുതി. പിതാവ് എന്നിട്ട് സെക്രട്ടറി അച്ഛനെ കൊണ്ട് മറുപടിയൊക്കെ ഏൽപ്പിച്ചായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ് ആദ്യം ഇങ്ങനെ വചനം കേട്ടു, 2 ചിത്രകഥയായിട്ട് വരച്ചു, 3 വചനത്തോടുള്ള ഒരു തീക്ഷ്ണത ഇങ്ങനെ തന്നു. ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, പക്ഷെ തരുന്നില്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ലല്ലോ. അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ സെമിനാരിൽ ചെന്നിട്ട് നമ്മുടെ നിർമ്മലാരത്തിലാണ് പോകുന്നത്, അറിയാമായിരിക്കും അല്ലേ. ഇവിടെ ചോറ്റി നമ്മൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഫ്രാൻസിസ് ഇങ്ങനെ നിൽക്കുന്നൊരു കുരിശുപള്ളി ഉണ്ട്. അവിടെ അതിന് ഇച്ചിരി ഉള്ളിലോട്ട് പോകണം. കൺവെൻജൽസാണ്, കപ്പൂച്ചൻസ് അല്ല, മാൾട്ടാക്കാർ അച്ഛന്മാർ വന്ന് തുടങ്ങിയതാണ്, സൈബച്ചന്മാർ. എന്നിട്ട് ഞാൻ വെളിച്ചേനി ഇടവകയായിരുന്നു, നമ്മുടെ ഇടവകയിൽ തന്നെ അതേതൊക്കെയാലും വന്നത്. അങ്ങനെ വന്ന് അവിടെ തുടങ്ങി. അപ്പോൾ അവിടെയാണ് ചേർന്നത്. അവസാനം പോയി അവിടെ ചേർന്നു. പിന്നെ അവിടെ അന്നേരം ഇങ്ങനെ ഈ സെമിനാരിലെ ടൈം ടേബിൾ അനുസരിച്ച് കുറേ മെഡിറ്റേഷൻ ടൈം ഉണ്ട്, 1-2 പ്രാവശ്യം. പിന്നെ സ്പിരിച്വൽ റീഡിങ്ങിൻ്റെ ടൈമുണ്ട്, പിന്നെ സ്റ്റഡി ടൈമുകളും ഉണ്ട് 1-2 പ്രാവശ്യമായാലും. അപ്പം അങ്ങനെ എല്ലാ സമയത്തും ഞാനിങ്ങനെ അന്ന് ഈ വചനം നമുക്ക് ഇപ്പോഴും വായിക്കാൻ മടിയുണ്ടല്ലോ, പൊതുവെ അല്ല വചനം വായിക്കാൻ ഇച്ചിരി ഒരു മടി എപ്പോഴും ഉണ്ട് നമുക്ക്. അപ്പം അന്നും ഇങ്ങനെ പക്ഷെ വചനം ഇങ്ങനെ എന്നെ കൊണ്ട് ഈശോ എപ്പോഴും വായിപ്പിക്കുമായിരുന്നേ. എല്ലാ സ്പിരിച്വൽ റീഡിങ്ങിൻ്റെ സമയങ്ങളിൽ, മെഡിറ്റേഷൻ ടൈമുകളിൽ, പിന്നെ സ്റ്റഡി ടൈമുകളിലെല്ലാം ഞാനിങ്ങനെ ഈശോയുടെ വചനം വായിച്ചുകൊണ്ടിരിക്കുക. വായിക്കുന്നത് ലൂക്കാ സുവിശേഷത്തിൽ നിന്ന് ഈശോയുടെ ശിഷ്യനാകാൻ വേണ്ട ഭാഗങ്ങളിങ്ങനെ വായിക്കും. പിന്നെ ചെറിയ ജോണമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകാൻ പിതാവ് സാധിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ലൂക്കാ സുവിശേഷത്തിൽ തന്നെ ഒരു ചെറിയ അതും വായിക്കുന്നു. പിന്നെ വായിക്കുന്നത് മുഴുവൻ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 13ാം അധ്യായം തൊട്ട് 17 അധ്യായം വരെയാണ്. അവിടെയാണല്ലോ ഈശോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈശോയുടെ ഹൃദയം തുറന്ന് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നതേ. അന്നേരം അത് ഞാനിങ്ങനെ എന്നും വായിക്കുവേ. വായിച്ച് അങ്ങനെ ആരോ പറഞ്ഞ്
അച്ഛൻ അറിഞ്ഞു. അന്നൊരു ഞങ്ങളുടെ റെക്ടർ അച്ഛനായ മാൾട്ടക്കാരനൊരു സാമൂഹ്യച്ഛന കഴിഞ്ഞ കൊല്ലം 1-ാം തീയതി അച്ഛൻ മരിച്ചുപോയി. ഈ ദിവസം 1 വർഷമായി, ഇന്ന് വാർഷികമാണ്. അന്ന് മാൾട്ടയിൽ വെച്ചാണ് മരിച്ചത്. അപ്പോൾ അച്ഛൻ വന്ന് എന്നെ നേരിട്ട് കണ്ടുകൂടി ഇങ്ങനെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റഡി ടൈമിലേ. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ സ്റ്റഡി ടൈമിൽ പഠിച്ചോണം, എന്നാലും ഒരു 15 മിനിറ്റ് വചനം വായിക്കാൻ അനുവാദം തന്നു, ബാക്കിയുള്ള സമയത്ത് വായിക്കാനുള്ള അനുവാദം തന്നു. അങ്ങനെ ഞാൻ അന്നേരം ബാക്കിയുള്ള സമയത്തല്ല ഈ മുമ്പേ പറഞ്ഞ ഭാഗങ്ങൾ വായിക്കുമായിരുന്നു. പക്ഷേ സ്റ്റഡി ടൈമിൽ 15 മിനിറ്റ് ഉള്ളത് കൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായവും 17 അധ്യായവും എന്നെ കൊണ്ട് വായിപ്പിച്ചുകൊണ്ടിരുന്നേ. അങ്ങനെ ഞാൻ സെമിനാരി ജീവിതകാലത്ത് എനിക്ക് തോന്നുന്നു 8 വർഷത്തിൽ ഞാൻ ചുമ്മാ കണക്ക് കൂട്ടി നോക്കിയിട്ട് ഒരു 10,000 പ്രാവശ്യമെങ്കിലും ആ ഭാഗം വായിച്ചിട്ടുണ്ട്, ഏറ്റവും കുറഞ്ഞതേ. അങ്ങനെ അത്രയും വായിച്ചു. അത് കഴിഞ്ഞേച്ച് സെമിനാരിൽ നിന്ന് ഞാനിങ്ങനെ പോരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ആഗസ്റ്റ് 29, 91 അന്നേരം ഇങ്ങനെ ആരാധന നയിക്കേണ്ട ദിവസം അന്ന് വന്നു. അന്നിങ്ങനെ ഈ 17 അധ്യായം എടുത്താൽ 17 ഈശോയുടെ പ്രാർത്ഥനയാണല്ലോ, അതിനോട് ഒത്തിരി എല്ലാത്തിനോടും സ്നേഹം, അതിനോട് ഇച്ചിരി കൂടെ സ്നേഹം കൂടുതലുണ്ട്. അപ്പോൾ ആ ഭാഗം എടുത്ത് ഇങ്ങനെ വായിച്ചപ്പോഴത്തേനും ഇതിനകത്ത് ഈ ലെറ്ററുകൾ കിടന്നിട്ടിങ്ങനെ ഈ പാലിനകത്തൊക്കെ പുഴു അല്ല കൃമി പിടിച്ചിങ്ങനെ മുറിക്കുന്ന കണ്ടിട്ടുണ്ടോ, അല്ലേ? ഇങ്ങനെ എലിയൊക്കെ ചത്ത് കിടക്കുമ്പോൾ അതിനകത്ത് നിറച്ച് കൃമി പിടിച്ചിട്ട് എന്ന് പറഞ്ഞോളൂ ഈ ലെറ്ററുകളെല്ലാം ഇങ്ങനെ കിടന്ന് ജീവൻ വെച്ച് ഇങ്ങനെ മിറിക്കുന്ന പോലെ അന്ന് ഞാൻ കണ്ടേ. ആ ഡേറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനെ ആ വചനം എന്നിട്ട് ഞാനിതിനൊരു ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, ഈ ഈശോ ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ എഴുതിയിരുന്നെങ്കിൽ അത് വെക്കാൻ ഈ ഭൂമിക്ക് പോലും ഇട തികയലായിരുന്നേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിക്ക് പോലും ഇട ഇപ്പം ഇവിടെ തന്നെ പുസ്തകം വെച്ച് എന്തേലും പുസ്തകം വെക്കാമെന്ന് ഓർത്ത് നോക്കി. ഭൂമിക്കിടയില്ലെന്ന് പറയുമ്പം എത്ര കോടി നമുക്കത് പറയാൻ അറിയത്തില്ല. എത്ര അതിൽ നിന്ന് ഈ ചുരുക്കിയതാണ്. ഈ ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ 22 പേജൊക്കെ ഉള്ളൂ. ഞാൻ ഇന്നലെ എണ്ണി നോക്കി എത്ര പേജുണ്ടെന്ന്. 22 പേജേ ഉള്ളൂ യോഹന്നാന്റെ സുവിശേഷം ഞാൻ വായിക്കുന്ന. അത്രയും പേജിലേക്ക് ഇത് ചുരുക്കണമെങ്കിൽ ഈശോ എത്ര എന്നതാ കോടിയിലൊന്നായിട്ട് ചുരുക്കിയതായത്. അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നാലും ഈ 20 സത്തയുടെ എന്ന് പറഞ്ഞാൽ അങ്ങ് കുറേ 100 വർഷം പറഞ്ഞുകൊണ്ടിരുന്നാലേ അത് എന്നാൽ പോലും ആകത്തില്ലാത്ത രീതിയിൽ സത്തയെ നമുക്ക് ഈ തന്നിരിക്കുന്ന 20 പേജിലോ അല്ല 30 പേജിലോ ഉള്ള ഈ സുവിശേഷമേ. അപ്പം അത് അത്രയും പ്രാധാന്യമുള്ള ഇത്. അതിനകത്ത് ഈ 13, 14, 15, 16, 17 അധ്യായങ്ങൾ മുഴുവനും ഒരു വ്യാഴാഴ്ച വൈകിട്ടത്തെ ഈശോയുടെ പ്രഭാഷണമാണ്, അല്ലേ? ഒരു പെസഹ വ്യാഴാഴ്ചത്തെ ഈശോയുടെ പ്രഭാഷണമാണ് ഈ 5 അധ്യായം. കാരണം ഇത്രയും ചുരുക്കിയതിനകത്ത് ഒരു 5 അധ്യായം ഒരു പെസഹ അന്തരീക്ഷത്തിൽ ഈശോ പറയണമെങ്കിൽ ഈശോ ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഈ ഒരു പ്രഭാഷണം നടത്താൻ വന്നല്ലേ നമുക്ക് തോന്നത്തുള്ളൂ. പിന്നെയുള്ളത് മലയിലെ പ്രസംഗമുണ്ട്, പക്ഷെ അത് ഇത്രയും കാണത്തില്ലായിരിക്കും. അത്രയും കൂടുതൽ ഈശോ ഒരു സായാഹ്നത്തിൽ പറഞ്ഞതല്ല, ഒരു സമയത്തേക്ക് ചുരുക്കി പറഞ്ഞിരിക്കുന്ന ഈ ഭാഗമാണെന്ന് ഓർക്കണം. അത്ര അന്നേരം അതിനകത്തെ നമുക്ക് അതിൻ്റെ സത്യം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അത്ര പ്രാധാന്യമുണ്ട് ആ സുവിശേഷത്തിന് മൊത്തവും ഈ 5 അധ്യായങ്ങൾക്ക് പോയി. അങ്ങനെ അത് ഞാൻ ബ്രാക്കറ്റിലിട്ട് പറഞ്ഞെന്നുള്ളേ. എന്നിട്ട് വീട്ടിൽ വന്നൊരു ഞാൻ പോകുന്ന കുറേ കൂടെ കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി വരുന്നത്. എന്നിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ഇടയ്ക്ക് കുറേ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ വെച്ചു ഇങ്ങനെ വേറെ ഒന്നിലേക്ക് ഞാൻ പോകുന്നില്ല. വീട്ടിൽ വെച്ചു ഇങ്ങനെ ഈ സുവിശേഷം ഞാനിങ്ങനെ ആവർത്തിക്ക് വായിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ 96 വരുന്നത്. 96 ഇവിടെ വന്നു. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഈ സുവിശേഷം മൊത്തം എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ മുട്ടയിൽ നിന്നൊക്കെ വായിക്കുമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം ഓരോ ജോണി വായിക്കും, ഞങ്ങൾ കേൾക്കും. വേറെ ആൾക്കാരുണ്ടെങ്കിൽ കേൾക്കുമല്ല, ഞാൻ ചിലപ്പോഴൊക്കെ ഞാനും ജോണിയേ ഉള്ളൂ. അപ്പം ജോണി നല്ലപോലെ വായിക്കും. അന്നേരം ഇങ്ങനെ അത് ഞങ്ങളിങ്ങനെ അങ്ങനെ ഇടയ്ക്കൊക്കെ വായിക്കുമായിരുന്നേ. അങ്ങനെ ഒരു ദിവസം 97 ആഗസ്റ്റ് 29 അതും അന്നിങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങളിങ്ങനെ രാവിലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ വചനഭാവം വായിക്കുക. എന്നാൽ ജോണിയാണ് വായിക്കുന്നത്, അന്നിരുന്നാണ് വായിക്കുന്നത്. ഞാനിങ്ങനെ കേൾക്കുന്നു. അപ്പോഴത്തേനും ഞാൻ ഏതാണ്ട് ഒരു 20,000 പ്രാവശ്യമായാലും ഈ ഭാഗം വായിച്ചു കാണുമെന്ന് എൻ്റെ ഒരു ചിന്ത. എന്നിട്ട് അന്നേരം ഇങ്ങനെ അന്ന് വായിക്കുമ്പോഴത്തേനും ഇങ്ങനെ ഈ വിസ്തുർവാനിലൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ പോലെ സമയവും കാലവും സസ്പെൻഡ് ചെയ്യുമെന്നാണല്ലോ പറയുന്നത്. സമയം സ്ഥലവും വിസ്തുർവാനെ സസ്പെൻഡ് ചെയ്യുന്നെന്ന് പറഞ്ഞ പോലെ അന്ന് ഈശോ ഇങ്ങനെ വായിക്കുമ്പോഴത്തേനും ഈശോ ഇങ്ങനെ വേറെ ആയിട്ടല്ല പറയുന്നത്, ഈ വചനത്തിലൂടെ നമ്മളോട് അതെല്ലാം വചനത്തിലൂടെ ഈശോ ഇങ്ങനെ വർത്തമാനം പറയുന്നത് പോലെ തന്നെ വായിക്കുന്ന പോലെ അല്ല, വേറെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ അന്ന് ഫീൽ ചെയ്യുവാണേ. അപ്പം ആദ്യം തൊട്ടേ ഞാനിങ്ങനെ കണ്ണിക്കൂടി ഇങ്ങനെ നമ്മൾ കരയല്ലാതെ ചുമ്മാ ചിലപ്പോൾ കണ്ണിക്കൂടി ഇങ്ങനെ കണ്ണീരൊഴുകിയല്ലേ, അങ്ങനെ കണ്ണിക്കൂടി ഇങ്ങനെ കണ്ണീരൊഴുകുന്നുണ്ട്. അപ്പം ജോണി വായിച്ചുകൊണ്ടിരിക്കുന്നു.
എന്നിട്ട് 13-ാം അധ്യായമൊക്കെ ആയപ്പോഴത്തേനും ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ അവസ്ഥയെല്ലാം മാറി. ഇങ്ങനെ ചങ്കിനകത്തൊക്കെ വേറെ ഒരു അവസ്ഥയായിപ്പോയി. എന്നാ നമുക്ക് അവാച്യമായ അവസ്ഥ, അത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ 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 കേട്ടോണ്ടിരിക്കുക. അന്നേരം ഓരോന്നും നമ്മുടെ ചങ്കിനോ ഈശോ നമ്മുടെ ആത്മാവിനോട് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ പറയുന്ന പോലെ തന്നെ നമുക്ക് അനുഭവപ്പെടും. ഏതാ വാക്ക് പറയാൻ്റെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാവുക. അങ്ങനെ പറഞ്ഞ് അല്ല വായിച്ച് 15-ാം അധ്യായം 9-ാം വാക്യം വന്നു. ഇത് പറയാൻ വേണ്ടി ഞാൻ ഇത്ര ചുറ്റുവട്ടം പറഞ്ഞു കേട്ടോ. ഇത് എന്നേക്കുമായിട്ട് മരിച്ചാലും മരിച്ചു കഴിഞ്ഞ് ഓർത്തേക്കണേ. അതിനകത്ത് ഈശോ ഇങ്ങനെയാണ് പറയുന്നത്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ഈശോ അതിനകത്ത് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ കിട്ടുവാണേ, പിതാവായ ദൈവം ഈശോയെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഈശോ എന്നെ സ്നേഹിക്കുന്നതെന്നല്ലേ പറയുന്നത്. അങ്ങനെ അന്ന് അപ്പസ്തലന്മാരോട് പറഞ്ഞ പോലെ അല്ല തോന്നുന്നത്, നമ്മളോട് ഇങ്ങനെ പറയുക. അതിൻ്റെ അർത്ഥവും കിട്ടുവാണ്, പിതാവ് ഈശോയെ സ്നേഹിക്കുന്ന പോലെ ഈശോ എന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹവും കൂടെ എൻ്റെ ആത്മാവിലേക്ക് വരിക. ഞാൻ ഓൾറെഡി കരഞ്ഞുകൊണ്ടായിരുന്നേ. ഇതൂടെ കേട്ടപ്പോഴത്തേക്കും ഞാൻ അങ്ങ് വാവിട്ട് കാറാൻ തുടങ്ങി. വാവിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്തിത്വത്തിൻ്റെ മുഴുവൻ, ഞാനിപ്പോൾ ഓർക്കുമ്പം ചിലപ്പോൾ ഈ ചുറ്റുവട്ടത്തിലെ കേട്ടുള്ളൂ എങ്കിലും നമ്മുടെ അസ്തിത്വത്തിനൊരു കാറുമ്പോൾ അല്ലെ വാവിട്ട് കാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതില്ലേ, ആ ടോട്ടാലിറ്റിയുടെ അസ്തിത്വത്തിൻ്റെ ആ ടോട്ടാലിറ്റിയിലുള്ള ഒരു കാർച്ചയാണ് കാറുന്നത്. ഇപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് അങ്ങനെ അങ്ങ് കുറേ നേരം കരയാൻ അല്ലാതെ നമുക്ക് അന്നേരം ഒന്നും പറ്റത്തില്ല, മരിച്ചു പോകേണ്ടതായിരുന്നു. കാരണം ഈ ദൈവത്തെ കണ്ടാൽ മരിച്ചു പോകുന്നതാണല്ലോ. ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുഖമല്ലല്ലോ, ദൈവത്തിൻ്റെ ഹൃദയമല്ലേ. ഹൃദയം എന്ന് പറഞ്ഞാൽ പിതാവ് ഈശോ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രയും സ്നേഹം ഈശോ നമുക്ക് തരുമല്ലേ, അത് തന്നുകൊണ്ടിരിക്കുകയല്ലേ. അത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും മരിച്ചു പോകാതിരുന്ന അതിശയം. ഇപ്പോഴാണെങ്കിൽ പോലും കേട്ടോ, ആരെങ്കിലും മരിക്കുന്നുണ്ടേ മരിച്ചു. അത്രയും ഇത് നമ്മൾ മനസ്സിലായി, നമ്മൾ മരിച്ചു പോകും. അത്രയും വലിയ സ്നേഹം അത്. അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്നു, കുറേ നേരം വാവിട്ട് കാറി, പിന്നെ അങ്ങനെ അടിച്ച് കുറേ ഇങ്ങനെ എല്ലാം ഇളകിയേ, അസ്ഥിത മുഴുവൻ ഇങ്ങനെ ഇളകി. എത്ര നേരം കഴിഞ്ഞു പോയ നേരത്തില്ല, ജോണി എന്നാ ചെയ്യുന്നതെന്നും അറിയത്തില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഈ അവസ്ഥയുടെ കരച്ചിലൊക്കെ കുറഞ്ഞെന്ന് പറയാം, അവസ്ഥയുടെ മാറ്റം വന്നിട്ട് കാണത്തില്ലേ. പിന്നെ ജോണി വായിക്കാൻ തുടങ്ങി വായിച്ച് 17-ാം അധ്യായം വന്നു. ഇപ്പം നമ്മൾ പറഞ്ഞത് 15:9 എന്ന് പറയുന്നത് ഈശോയുടെ സ്നേഹമാണ്, ഈശോ നമ്മളെ സ്നേഹിക്കുന്നതാണ്. 17:23 അതിനകത്ത് ഈശോ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെയാണ്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന. അതിനകത്ത് പറയുന്നത് പിതാവായ ദൈവം ഈശോയെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൂടെ കേട്ടപ്പോഴത്തേനും പിന്നെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്നാമത് ഈ സ്നേഹത്തിൻ്റെ ഇതിൽ നിൽക്കുക, പിതാവായ ദൈവം ഇങ്ങനെ സ്നേഹിക്കുന്നു പറയുമ്പോൾ പിതാവ് ഈശോയെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുക. അതിൻ്റെ അർത്ഥവും കിട്ടുക, ആ സ്നേഹവും കൂടി ഇങ്ങ് വരിക. ഒരു ഹൈഡ്രജൻ ബോംബ് ഇട്ടാലൊന്നും ഇട്ടിട്ട് നമുക്കൊന്നും മറുപടി പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ അതൊന്നും ഒരു എഫക്റ്റ് അല്ലാത്ത രീതിയിൽ ആത്മാവിൽ ഈ സ്നേഹത്തിൻ്റെ ഇതിങ്ങ് വന്നത്. ഞാൻ പിന്നെ വാവിട്ട് കാറാൻ തുടങ്ങി. കുറേ നേരം ഇങ്ങനെ വാവിട്ട് കാറി നിലടിച്ച് ആദ്യത്തെ പോലെ തന്നെ ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞു പോയേ. ഞാൻ എത്ര സമയം കഴിഞ്ഞെന്നോ വായിച്ച് പൂർത്തിയാക്കിയെന്നോ ഒന്നും എനിക്കറിയത്തില്ല നല്ലപോലെ. എങ്ങനെയാണേലും അങ്ങനെ ആ 2 സ്നേഹങ്ങൾ കിട്ടി. കുറേ കഴിഞ്ഞ് ഞാൻ ആ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പം പിന്നെ മരണഭയം എല്ലാം മാറി. പിന്നെ നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ആത്മാവിൻ്റെ ദാഹവും വിശപ്പും എല്ലാം തീർന്നു. പിന്നെ അന്വേഷണങ്ങളെല്ലാം അങ്ങോട്ട് നമുക്ക് പിന്നെ ഇപ്പോൾ ഒരു അന്വേഷണത്തിൻ്റെ ഒരെണ്ണം എല്ലാം തീർന്നു. നമുക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി. ഇനിയിപ്പം സ്വർഗത്തിൽ ചെന്നാലും ഇവിടെയാണേലും ഇനി എന്നാ തരാനിരിക്കുന്ന കൂടുതൽ, ദൈവത്തിന് ഒന്നും തരാനില്ല കേട്ടോ ഇത് കൂടുതൽ. ഇപ്പം എനിക്കുണ്ടായ അനുഭവം അല്ല, എല്ലാവരോടും ഉള്ള, ഇത് ഗ്രഹിച്ച് കിട്ടിയെന്നേ ഉള്ളൂ. മൊത്തം മനുഷ്യനോട് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണല്ലോ. അപ്പം നമുക്ക് എത്ര കോടി ഉറപ്പോടുകൂടി വേണേലും വിശ്വസിക്കാവുന്ന ഒരു സത്യമായത്. പിന്നെ ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് ഇതിഹാസം എന്നാണ് അതിനെ വിളിക്കുന്നത്. കാരണം അതിനകത്ത് പിശാചുക്കൾ ഇങ്ങനെ പിശാചുക്കളെ കൊണ്ട് മിൽട്ടൻ പറയിപ്പിക്കുന്ന, അതായത് അവരെ കൊണ്ട് നരകത്തിൻ്റെ ഏറ്റവും അഗാധങ്ങളിലിട്ടു. അവിടെ കിടന്നപ്പോഴും ദൈവത്തെ എന്നേലും പ്രകോപിപ്പിച്ച് സംസാരിക്കുക എന്നുള്ളത് പിശാചിൻ്റെ സ്വഭാവമാണല്ലോ. അപ്പോൾ അവരെ കിടന്ന് അവിടെ പറയുകയാണ്, ദൈവം സർവശക്തനാണെങ്കിലും ഇതിൽ കൂടുതലൊന്നും ചെയ്യത്തില്ലല്ലോ എന്നേ. കാരണം ഏറ്റവും അടിയിൽ ആണല്ലോ കൊണ്ട് ഇട്ടിരിക്കുന്നത്. ദൈവം സർവശക്തനാണെങ്കിൽ ഇതിലും താഴോട്ട് താക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടിരിക്കുക, അത്ര അടിയിൽ ഇട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിശാചുക്കളെ കൊണ്ട് പറയിപ്പിക്കുക. ഞാനൊരു കോണ്ടസ്റ്റിന് വേണ്ടി പറയാൻ വേണ്ടിയാ. അതായത് ദൈവം സർവശക്തനാണേലും നമുക്കും ഇത് കൂടുതലൊന്നും തരാനില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പോസിറ്റീവ് അർത്ഥത്തിലേ ഇത് കൂടുതൽ നമ്മളോട് ദൈവത്തിന് ഒന്നും പറയാനില്ല. നിങ്ങൾ എന്തേരം വേണേലും ധ്യാനിച്ച് നോക്കിക്കോ, എത്ര നൂറ്റാണ്ടുകൾ വേണേലും ധ്യാനിച്ച് നോക്കിയോ, ഒന്നും കിട്ടത്തില്ല. കാരണം ഇത് സ്നേഹത്തിൽ കൂടുതൽ, പിതാവ് ഈശോയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്നാ തരാനിരിക്കുന്നത്. പുത്രനായ തമ്പുരാന് ഈ പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്ന പോലെ നമ്മളെ സ്നേഹിക്കുന്നു. അതിൽ കൂടുതൽ നമുക്കൊന്നും തരാനില്ല. ദൈവത്തിന് പറയാനും പറ്റത്തില്ല, തരാനും പറ്റത്തില്ല. അതിൽ കൂടുതൽ നമുക്ക് വേണ്ടതാണ്, എനിക്ക് വേണ്ട എന്നാണല്ലോ. അപ്പം അങ്ങനെ ഈ ഒരു അവസ്ഥയെ ഇതാ ഞാൻ ഇന്ന് ഇങ്ങനെ പങ്കുവെക്കുന്നത്. അത് വെച്ചിട്ട് അതിൻ്റെ തന്നെ തുടർച്ചയായിട്ടുള്ള ഓർമ്മ എന്ന് പറയുന്നത്
ഈ 15 അധ്യായം 12 വാക്യത്തിലാണല്ലോ നമുക്ക് പുതിയ കൽപ്പന നൽകുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ. അപ്പോൾ അതിനകത്ത് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോഴത്തേനും ഈശോ അപ്പസ്തോലന്മാരാണല്ലോ പറയുന്നത്. ഈശോ ഒരിടത്തിരിക്കുന്നു, ഇപ്പുറത്ത് അപ്പസ്തോലന്മാരിയ്ക്കുന്നു. അപ്പോൾ ഈശോ അപ്പസ്തോലന്മാരെ സ്നേഹിച്ചതുപോലെ, അല്ലെ ദൈവം മനുഷ്യരെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാനല്ലേ നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ അത് നല്ലപോലെ ധ്യാനിച്ചു കഴിയുമ്പോൾ 15 അധ്യായം 9 വാക്യത്തിൽ, നമ്മൾ ആദ്യം പറഞ്ഞ വാക്യത്തിലെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചെന്നല്ലേ പറയുന്നത്. എന്നിട്ട് കൽപ്പന എടുത്തേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാൻ. അപ്പം പിതാവായ ദൈവം ശരിക്കും നമ്മളോട് നൽകിയിരിക്കുന്ന കൽപ്പന എന്ന് പറയുന്നത് പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാനുള്ള കൽപ്പനയാണ് നമുക്ക് തന്നിരിക്കുന്നു. അത്രയും വലുതാണ്. അതിൽക്കൂടി നമുക്ക് തരത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ധ്യാനിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ചരിത്രത്തിലെ അതേ അവസ്ഥ, പിതാവ് ഈശോയെ സ്നേഹിക്കുന്നത് പോലെ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ചരിത്രത്തിലെ അതേ സ്നേഹശേഷി, അല്ലെങ്കിൽ അവിടുത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് സ്നേഹിക്കുകയാണല്ലോ. അത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന പോലെയല്ലേ. അപ്പോൾ ആ ശേഷി നമുക്ക് തന്നിരിക്കുക. പരിശുദ്ധ ചരിത്രത്തിലെ അതേ സ്നേഹ അവസ്ഥയും അതേ സ്നേഹശേഷിയും തന്നിരിക്കുക. ഇതുകൂടി നമുക്ക് ദൈവത്തിന് ഒന്നും തരാൻ പറ്റത്തില്ല. ഇത്രയും നമ്മളെ അത്രയും വലിയൊരു അവസ്ഥയിലേക്ക് നമ്മളെ രക്ഷിച്ചു വെച്ചിരിക്കുക. അതിൻ്റെ മഹാജീവിയാകട്ടെ. അപ്പോൾ അതിൻ്റെ ആ സ്നേഹത്തിലേക്ക് ഇത്രയും കാലമായിട്ട് മനുഷ്യൻ പ്രവേശിക്കുമെന്ന് നമുക്ക് പറയത്തില്ല. പ്രവേശിച്ചില്ല എന്നുള്ളത്, പ്രവേശിക്കുകയല്ലെന്നുള്ളതിൻ്റെ ഒരു ഇതല്ല. നിങ്ങൾക്ക് തോന്നില്ല പ്രവേശിക്കണം. കാരണം ഇത് ഈശോയാ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് അസാധ്യമായതിലേക്ക് ദൈവം ഒരിക്കലും വിളിക്കത്തില്ലല്ലോ. അപ്പം അന്നേരം നമ്മളെ ഇവിടെ ഭൂമിയിൽ തന്നെ ദൈവരാജ്യം ആകും. അന്നേരം ഇവിടെ തന്നെ ദൈവരാജ്യം ജീവിക്കണമെന്നാണല്ലോ പറയുന്നത്. ഇപ്പം തന്നെ അല്ലാതെ നമ്മൾ മരിച്ചതിന് ശേഷമുള്ളതല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാറ്റഗിസത്തിനകത്തും അത് തന്നെയാണ് പറയുന്നത്. അതായത് എൻ്റെ വചനം പാലിക്കുന്നവൻ എന്നെ സ്നേഹിക്കും, അവൻ പിതാവിനാൽ ബഹുമാനിക്കപ്പെടും, ഞാനും പിതാവും നമ്മളിൽ വന്ന് വസിക്കുന്നല്ലേ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്നാ വലിയൊരു സാധ്യതയാണ് നമ്മൾ കിടക്കുന്നതെന്ന് നോക്കുകയും ഇവിടെ തന്നെ വെച്ച് നമ്മളിൽ ദൈവം വന്ന് വസിക്കുക, പരിശുദ്ധ ത്രിത്വം തന്നെ വന്ന് വസിക്കുകയും അത് എന്നാ ത്രിത്വത്തിൻ്റെ എലിസബത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു കാറ്റഗിസത്തിനകത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരിലൊക്കെ അങ്ങനെ സംഭവിച്ചായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ അവരതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നുമുണ്ട് ആ വിശുദ്ധയിൽ. അപ്പം അന്നേരം നമുക്ക് അത്രയും വലിയൊരു പരിശുദ്ധ ത്രിത്വത്തിൽ അതേ അവസ്ഥ നമുക്ക് തന്നിരിക്കുക, അതേ സാധ്യത. നമ്മളതിനെ നമ്മുടെ എല്ലാ ഊർജ്ജം എടുത്ത് അതിനെ ആക്ച്വലൈസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത്രയും ബാക്കി എല്ലാത്തിനും വേണ്ടി നമ്മൾ എന്ത് ഊർജ്ജമാണ് കൊടുക്കുന്നത്. എടുത്തോ, കിട്ടിയില്ലോ അല്ലേ? വചനം ഓർക്കുമല്ലോ. നിർബന്ധിക്കുന്നില്ല, പക്ഷേ ദൈവം നിർബന്ധിക്കുന്നത് കാണും. ജോജിയോട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. അതായത് നമുക്കൊരാൾക്ക്, കൊച്ചിൻ്റെ പേരെന്നാ എന്തോ ഇപ്പം സൗമ്യയ്ക്ക് ബീഫ് കൂട്ടണമെന്ന് കൂട്ടിക്കോ, അല്ല മുരിയിറച്ചി അല്ല ബീഫ് കൂട്ടണമെന്ന് കൂട്ടിക്കോ, വേറെ ആർക്കും വേണ്ട, കൂട്ടാൻ പറ്റുമോ? സൗമ്യയ്ക്ക് ബീഫ് കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ പോത്തിറച്ചി കൂട്ടണമെങ്കിൽ ഒരു പോത്തിനെ കൊല്ലണ്ടേ അല്ലേ? അതിൻ്റെ അർത്ഥം ഒരാൾക്ക് ബീഫ് ഇറച്ചി കൂട്ടണമെങ്കിൽ ഒരു പോത്തിനെ മൊത്തം കൊല്ലണ്ടേ എന്ന് പറഞ്ഞതുപോലെ ഇപ്പം പലരും കൂട്ടുന്നത് കൊണ്ട് ആ പോത്തിനെ കൊല്ലുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈശോ കിട്ടി. അതിൻ്റെ ഉദാഹരണത്തിൻ്റെ ഈശോ നമ്മുടെ എല്ലാവർക്കും വേണ്ടി ആണെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കൂടെയാണത്. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ആ വലിയ പീഡ സഹിക്കുന്നില്ല. ഓരോരുത്തർക്കും നമ്മുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴേ, പിന്നെ നോക്കുമ്പോൾ നമ്മളതിൽ ജനറലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും വേണ്ടി ഈ പോത്ത് കൊല്ലപ്പെടുന്നതെങ്കിലും നമ്മൾ കൂട്ടുന്നതുകൊണ്ടല്ലേ, നമ്മൾ കൂട്ടുന്നതുകൊണ്ടാണ് ഓരോന്നും കൊല്ലപ്പെടുന്നതേ. അപ്പോൾ അങ്ങനെ അത് ഉദാഹരണം അത്ര പൂർണ്ണമല്ല, എന്നാലും ഇച്ചിരി മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഉള്ള പാപത്തിന് വേണ്ടി ഈശോ മരിക്കപ്പെടുന്നത്. അപ്പോൾ അതിനോട് നമ്മൾ നിരന്തരം അതിനോടുള്ളൊരു അസീസ് പുണ്യാളുടെ കുറേ പുസ്തകങ്ങൾ ഞങ്ങൾ വായിച്ചു. അപ്പോൾ അസീസ് പുണ്യാളിലൊക്കെ ഇങ്ങനെ ആ ഈശോയെ വേദനിപ്പിച്ചതിൻ്റെ വേദനയിലായി പിന്നെ ജീവിതം മുഴുവനെയും. പിന്നെ നമ്മളല്ല സെൻറ്റർ. നമ്മളെല്ലാം പറയുമ്പോഴും നമ്മൾ കുമ്പസാരത്തിൽ പാവം പറയുമ്പോഴും എല്ലാവരുടെയും ആണോന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെയൊക്കെ വെച്ച് നോക്കി ഞാൻ പറയുന്ന നമ്മളാ സെൻറ്റർ. നമുക്ക് പരിക്ക് പറ്റി, നമ്മൾ വിശുദ്ധനായിട്ട് അല്ലെ ആത്മീയ നല്ല പുരോഗതി വരുമ്പോൾ നമുക്ക് പരിക്ക് പറ്റിയെന്നല്ലാതെ ഈശോയ്ക്ക് വേദന ഉണ്ടായെന്നുള്ളൊരു സങ്കടം നമുക്ക് വരുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പാവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ പാവം ചെയ്തില്ല, ഈശോയ്ക്ക് ഇത്ര ഒരു വേദന വരുമായിരുന്നെന്ന് നമുക്ക് ആന്തരികമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നെങ്കിൽ നമ്മളൊരു കുഞ്ഞു പാവം ചെയ്യുമ്പോഴും അതുപോലെ ഉണ്ടാകുന്നുണ്ട്. മുത്തരസ്യൊക്കെ പറയുന്നുണ്ട്, ഈ നരകത്തിലെ മുഴുവൻ പിശാചുക്കളും കൂടി ചെയ്യുന്നതിനേക്കാളും ഉപദ്രവം ഒരു ലഘുപാവത്തിന് നമ്മളെ മേൽ ചെയ്യാൻ പറ്റുമെന്ന്. അതായത് നരകത്തിലെ മുഴുവൻ പിശാചുക്കളിലൂടെ വന്നാലും നമ്മളെ ദൈവൈക്യത്തിൽ നിന്ന് മാറ്റാൻ പറ്റുമോ? നമ്മൾ സമ്മതിക്കുന്നില്ല, പറ്റത്തില്ല. മുത്തരസ്സയുടെ ആത്മകഥയിലുള്ളതാണ്. പക്ഷേ അത് വേറെ വിശുദ്ധരും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
പക്ഷെ നമ്മുടെ ഒരു ലഘുഭാവം ദൈവൈക്യത്തിൽ നമ്മളെ മാറ്റിക്കളയും. ഇപ്പം സഭ കാറ്റീസം പഠിപ്പിക്കുന്ന മാരകഭാവമാണ്, പക്ഷെ ലഘുഭാവം എന്നാണ് അമത്തരസ്യ പുണ്യവതിയൊക്കെ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം അത് എത്ര കുഞ്ഞാണേലും നമ്മളെ ഇത്രയും സ്നേഹിക്കുന്ന ദൈവത്തിനെതിരായിട്ടാകുമ്പോഴേ അതൊരു വലിയ ഒരെണ്ണമല്ലേ. ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് പിടികിട്ടും. ഈ മുമ്പേ പറഞ്ഞ സ്നേഹം നമുക്ക് കിടക്കുക. ഇത്രയും സ്നേഹത്തോടെയാണ് ദൈവം നമ്മളെ ഓരോ നിമിഷമേ. വെച്ചിന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പോയതല്ലേ ഇത്? ഇതിലൊക്കെ നോക്കിയാൽ മുഖത്തിൻ്റെ ഓരോന്നും ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പല്ലും നാക്കും ഇങ്ങനെ ഓരോന്നും ഓരോ അവയവങ്ങളുടെയും ഞാനത് കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് അന്നേരം ഇങ്ങനെ ഒരു ധ്യാനം പോലെ കിട്ടിയതാണ്. അതായത് ഒരു സ്റ്റാച്ചു ചെയ്യാൻ വേണ്ടി, ഈശോയുടെ ഒരു രൂപം ചെയ്യാൻ വേണ്ടി, ഈശോയുടെ പുറം ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മളത് കണ്ണാടി നോക്കി അതിൻ്റെ ഈശോ അല്ലാത്ത ഭാഗങ്ങൾ അങ്ങനെ ഒരു മാസമായിട്ട് ഇങ്ങനെ ഒരു തരിക്കഷ്ണം പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ കർവ് ചെയ്ത് കളയുന്നേ. അപ്പം അന്നേരം നമുക്ക് ഈശോ അല്ലാത്ത ഭാഗങ്ങളെല്ലാം ഇങ്ങനെ കളയുവാണല്ലോ നമ്മളെ നോക്കിയിട്ടേ. അപ്പം അന്നേരം അതിൻ്റെ അടുത്തൊരു വായന എന്ന് പറയുന്നത് ഇപ്പം എനിക്കന്ന് ഫീൽ ചെയ്തത്, അതായത് ഇനി നമ്മുടെ ഒരു രൂപവും അല്ലെ പുറം നോക്കി ഈശോയുടെ രൂപത്തെ ക്രമപ്പെടുത്തിയെടുത്തു. പക്ഷെ നമ്മുടെ ഉള്ളു മുഴുവന് ഈശോയെ നോക്കിയിട്ടേ പിന്നെ അന്നേരം എനിക്ക് കിട്ടി ഇങ്ങനെ നമ്മുടെ ഉള്ളു മുഴുവൻ ഈശോയെ നോക്കിയിട്ട് ഈശോയുടേതുപോലെ നമ്മുടെ ഉള്ളു മുഴുവൻ ആക്കിയെടുക്കണമെന്നേ. അതൊരു നമുക്ക് സാധ്യമായ ഒരു കാര്യമാണ്. വചനത്തിൽ ഈശോയുടെ മനസ്സും ഹൃദയവും എന്തായാലും നമ്മൾ ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ വായിച്ചു പോയിട്ടാണ് കാണാത്തത്. അതിന് മുഴുവൻ ഇങ്ങനെ തിങ്ങി വിങ്ങി ഈശോയുടെ മനോഭാവങ്ങൾ കിടക്കുക, ഈശോയുടെ രീതികളും ജീവിതവും എല്ലാം. അപ്പം അത് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേനും നമുക്കങ്ങനെ ഉള്ളു മുഴുവൻ നമ്മുടെ ഈശോയുടേതുപോലെ ആക്കിയെടുക്കാം. ഇപ്പം ഞാൻ പണ്ട് ചിന്തിച്ചൊരു കാര്യമാണ്, ഇപ്പം നമ്മൾ ആരാധിക്കുന്ന മലയാളത്തിൽ ചുമ്മാ പറയുന്ന ആദരിക്കുന്ന ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ആകാൻ നമ്മൾ നോക്കിയാൽ പറ്റുമോ? ആരെയില്ല. നിങ്ങൾ പെണ്ണുങ്ങൾ ആരെങ്കിലും എടുത്തു ഫിലിമിലൂടെ, എനിക്കിപ്പോൾ അറിയത്തില്ല ആര്. നമ്മൾ എന്തേലും നോക്കിയാലും ആ ഫിലിം സ്റ്റാറിനെ പോലെ ഷെയ്പ്പാക്കാൻ പറ്റത്തില്ല അല്ലേ? പറ്റുമോ? പക്ഷെ നമ്മൾ ആരാധിക്കുന്ന ഈശോയെ പോലെ ആന്തരികത നമുക്ക് എടുക്കാം. അത് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ആന്തരികത ഇങ്ങനെ നമുക്ക് തന്നെ വർക്ക് ചെയ്ത് പുറം നമുക്കൊരിക്കലും ഇച്ചിരിയൊക്കെ മാറ്റം വരുത്തായിരിക്കും കുറെ ഇതൊക്കെ ചെയ്താൽ. പക്ഷെ നമ്മുടെ ഉള്ള് നമുക്ക് ചെയ്യാവുന്ന പോലെ ദൈവം വെച്ചിരിക്കുന്നത്. അതിന് ഈശോയുടേതുപോലെ നമുക്ക് ക്രമപ്പെടുത്തിയെടുക്കാം. അതുകൊണ്ടാണ് ആസീസ് പുണ്യാളനൊക്കെ കൊച്ചു മനുഷ്യനല്ലായിരുന്നു, 5 അടി ഇച്ചിരി മിച്ചമൊക്കെ പൊക്കമുള്ളായിരുന്നു. പക്ഷെ അവസാനം 20 വർഷം മാനസാന്തരപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞപ്പോഴത്തേനും 2ാം ക്രിസ്തുവായെന്ന് പറഞ്ഞില്ലേ. ഉള്ളന്നേരം അതുപോലെ ശരിയാക്കിയിട്ടല്ലേ, കുറവല്ലല്ലോ ശരിയായി. ഇങ്ങനൊരു വലിയ സാധ്യതയുണ്ട് കേട്ടോ. ഇത് നിസ്സാരമല്ലേ. ഇനിയുള്ള ഈ 10 വർഷങ്ങളിൽ, 10 വർഷം എന്ന് പറഞ്ഞാൽ ഈ മഹാജൂബിലി വർഷങ്ങളാവും. ഒത്തിരി അഭിഷേകവും കുറവ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം അതൊരു ഇപ്പം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ പരിവഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ സമയത്ത് മുന്നിലുള്ള സമയത്തെ ഭയങ്കര സെക്കൻഡ് ബൈ സെക്കൻഡ് അങ്ങ് ജീവിച്ചാൽ നമ്മൾ ജീവിക്കേണ്ട എത്രയും വലിയ ദൈവസ്നേഹം അറിഞ്ഞതിന് ശേഷമേ നമുക്ക് ആശിസ് പുണ്യാളൊക്കെ എന്തായാലും കാറുമായിരുന്നു സ്നേഹിക്കപ്പെടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടേ ഫ്രാൻസിസ്. പക്ഷെ ഫ്രാൻസിസിന് ഈ വചനം കിട്ടിയിട്ടില്ല കേട്ടോ. ഇതുവരെയും എനിക്ക് കിട്ടിയെന്നുള്ളതിന് ഞാൻ പറയുന്നതല്ല, ഈ 2 വചനം കൊണ്ട് ഒരുമിച്ച് ഇതുവരെ ഒരിടത്തും കണ്ടിട്ടില്ല ആർക്കെങ്കിലും ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടിയതായിട്ടേ. ഈ 2 സ്നേഹങ്ങളെ, പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ സ്നേഹവും അത്രയും വലുതാണ്. അത് നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് ഈ സ്നേഹത്തോട് നമ്മൾ എന്നാ നന്ദിയോടുകൂടി പ്രതികരിക്കേണ്ടത് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. അത്ര സ്നേഹമായത്. അത് നമ്മുടെ അസ്തിത്വത്തിന് മുഴുവൻ ഊരുവെടുത്താലും ഒന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ആ സെക്കൻഡ് ബൈ സെക്കൻഡ് നമുക്ക് ഈ സ്നേഹത്തോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നമുക്ക് എന്നാ ചെയ്താലും ദൈവം ഭയങ്കര ഒന്നും ഒരു ഫീലില്ലാത്ത ഒരാളാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. ദൈവത്തിന് ഭയങ്കര ഫീലുണ്ട് ഇല്ലേ? അല്ല, അതിനൊരു വാക്കുണ്ടായിരുന്നു ഈ ഇന്ത്യൻ ഫിലോസഫിയിലൊക്കെ, എന്നാ ചെയ്താലും എന്നാ പറഞ്ഞാലും സ്ഥിതപ്രജ്ഞനോ അങ്ങനെ കണ്ടു, അത് ശരിയല്ലെങ്കിൽ എടുത്തേക്കരുത്, അങ്ങനെ ഒരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്തെന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു പക്വത പോലെയാണ് നമ്മളതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതേ. അപ്പോൾ എന്നാ പറഞ്ഞാലും എന്നാ ചെയ്താലും ഒരു കുഴപ്പമില്ലാതെ അറിയാം. ഒന്നും വീശിയല്ലാത്ത ഒരു വാക്കുണ്ടായിരുന്നു. നല്ലൊരു അങ്ങനെയാണ് നമ്മുടെ ദൈവം അങ്ങനെയല്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന അതുകൊണ്ടാണ് ഞാൻ ഒരു ഉദാഹരണം ഇവിടെ ഭൂമിയിലായിരുന്നപ്പോഴത്തെ പറയാം. അവിടെ ശമയൻ്റെ വീട്ടിൽ ചെന്നപ്പോഴേ കൊച്ചു വന്ന് ആ സ്ത്രീ വന്ന് കാല് കഴുകിയപ്പം പറഞ്ഞു, ശമയനോട് പറഞ്ഞില്ലേ, നീ എനിക്ക് വന്നിട്ട് വെള്ളം തന്നില്ല. വിശ്വച്ചിരി പരിവമൊക്കെ പറയുന്നത് നമ്മളോർക്കും പരിവം പറയലെന്ന്, എല്ലാം പറയും. നീ എനിക്ക് ചുംബനം തന്നില്ല, അങ്ങനെ പരിവം പറയല്ല. ഈ കൊച്ചി ഇതെല്ലാം ചെയ്തു. ഈശോ അങ്ങനെ നോക്കുന്നുണ്ട് എല്ലാം. നമ്മുടെ ഓരോ കാര്യവും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം നോക്കുന്നു, നേർച്ചയായിട്ടും നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ ചെന്നൈ സഭയിലായതുകൊണ്ട്
അവിടെ നേർച്ചിട്ടപ്പോഴാണ് ആ വിധവ കൊണ്ടുവന്നിരുന്നത് കാണുന്നതേ. ബാക്കിയുള്ളവരൊട്ടും എല്ലാം നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓർക്കും നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഒന്നും ദൈവം അറിയുന്നില്ല. ഈശോ ഒരു അന്ധനും വിതുരനുമായ ആളാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മളെ കണ്ടുപിടിച്ച് തെറ്റ് കണ്ടുപിടിക്കാനല്ല, ഒരുപക്ഷെ തെറ്റൊന്നും അധികം നോക്കിയല്ലായിരിക്കും. എന്നാൽ പോലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കുഞ്ഞു സ്നേഹങ്ങളെ ഈശോ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പുള്ളിക്കാരി വന്നേ 2 ചെമ്പ് നാണയം ഇട്ടപ്പോൾ ഫീൽ ചെയ്ത്. സമർപ്പണത്തിൻ്റെ വലിയൊരു ഉദാഹരണം കൂടെ ഈ 2 നാണയം ഇടുന്നത്. ഈ ബൈബിളിലെല്ലാം ഞാൻ നല്ലപോലെ ധ്യാനിച്ച് പോകുമ്പോൾ എന്നോ ഇതായിട്ടോ കാര്യങ്ങൾ ദൈവം എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവേ. അതായത് ആ വിധവയ്ക്ക് ഒരു നാണയമുണ്ട്, ഒരു ചെമ്പ് നാണയമുണ്ട്. അതവിടെ പള്ളി വന്നു, അത് ഇട്ടേച്ച് പോയാൽ വേണമെങ്കിൽ ഇട്ടാൽ പോയാലും കുഴപ്പമൊന്നുമില്ല. അത് ഇട്ടേച്ച് പോയാൽ പറയാതെ പള്ളി വന്നു നേർച്ചയിടാൻ, അന്നൊക്കെ പതിവന്ന് കൂട്ടിക്കോ, നേർച്ചയിടാനൊന്നുമില്ലായിരുന്നു, ഉള്ളത് അങ്ങ് ഇട്ടേച്ച് പോയി അല്ലേ. ഒന്ന്. പക്ഷേ 2 ഉണ്ടായിട്ടും ആരെങ്കിലും എന്നേലും പറയും, 2 ഉണ്ടായിട്ട് 1 ഇട്ടിട്ട് 1 കൈ പിടിച്ചുകൊണ്ട് ഉപജീവനത്തിനുള്ള ഏക മാർഗമാണെന്നാണല്ലോ ഈശോ പറയുന്നത്. 1 കൈ പിടിച്ചുകൊണ്ട് പോയാൽ ആരെങ്കിലും എന്തേലും പറയൂ? ഇല്ല. എന്നിട്ടും 2 വിട്ടത് കണ്ടോ? അപ്പോൾ അതെന്നെ ഇടിയില്ലാന്ന് ഓർത്ത് നോക്കിയേ. അതിനകത്ത് വലിയതുണ്ട്, സമർപ്പണത്തിൻ്റെ വലിയ എന്തോ. ഇനിയും കുറേ ധ്യാനങ്ങൾ അതിനകത്ത് കിടപ്പ് കാണുമേ. 2 ഉണ്ടായിട്ടും 1 നമ്മൾ കൈ പിടിച്ചുകൊണ്ട് പോയ ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ആ 2 കൂടെ ഇടുക എന്നുള്ളതിൻ്റെ ആ ഒരു സ്നേഹമേ, അങ്ങനെയൊക്കെ ഈശോ നോക്കുന്നുണ്ട്. ഇത് കണ്ടുപിടിച്ചിട്ടല്ലേ ഈശോയ്ക്ക് ഇതെല്ലാം അറിയുക. കാരണം ഈശോ തന്നെയാണല്ലോ ഇത് പറയുന്നത്. വിധവ എന്ന് പറഞ്ഞല്ലേ ഇത്, ഞാൻ വിധവയാണ്, എനിക്ക് ഉപജീവനത്തിന് വേറെ മാർഗം ഒന്നുമില്ലെന്ന് വിധവയല്ലല്ലോ പറഞ്ഞ്. ഈശോയെ അറിഞ്ഞ്. ഈശോ ഇതെല്ലാം അറിയുന്നുണ്ടോ? ഓരോന്ന് 2 വർഷം നോഷിച്ചല്ലേ. നല്ല കാലത്തിലാണ് നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റും. അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഈശോ ഇങ്ങനെ പരിശീലിപ്പിക്കുന്നേ. അതായത് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ ഇപ്പം അതുവരെയും കുഴപ്പമില്ല, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ മാവദീസായിൽ വായിക്കുന്ന ലേഖനഭാഗം റോമാലേഖനമല്ലേ, 6-ാം അധ്യായം ആ വാക്യങ്ങളാണ്. അപ്പം അതിനകത്താണ് പറയുന്നത് ഈശോയുടെ മരണത്തോടും ഈശോ ജീവിച്ചതിനോടും ഐക്യപ്പെടാൻ വേണ്ടി പറയുന്നതേ. അവൻ മരിച്ചു. ഈശോ കുരിശിൽ മരിക്കുന്ന ഒരു ക്ലിനിക്കൽ ഡെത്ത് അല്ല കേട്ടോ. ക്ലിനിക്കൽ അറിയാമല്ലോ, വാക്കറിയാമല്ലോ. കാരണം ആ മരണമല്ല മരിക്കുന്നത്. ഈശോ കുരിശിൽ മരിക്കുന്നത് വചനം ഇങ്ങനെ പറയുന്നത്, അവൻ മരിച്ചു, പാവത്തെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നേക്കും മരിച്ചു, അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി അവൻ എന്നേക്കും ജീവിക്കുന്നെന്ന്. അപ്പം ആ മരണത്തോട് ഐക്യപ്പെടാൻ വേണ്ടിയാണ് നമ്മളെ ബാപ്റ്റിസം ചെയ്യുന്നത്. എന്നിട്ട് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളും ഈ മരണത്തോട്, അതായത് പാപത്തോട് എന്നേക്കും മരിക്കുകയും ദൈവത്തിന് വേണ്ടി എന്നേക്കും ജീവിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇട്ടിട്ട് പൊതുവേ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുള്ള ഒരു ജീവിതമാണ് പൊതുവേ പോയിക്കൊണ്ടിരിക്കുന്നേ. ഒരു കുമ്പസാരത്തെ ഒരു ലൈസൻസൊക്കെ ആയിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് വന്നാലേ നമ്മൾ ശരിക്കും ഒരു ആധ്യാത്മിക അടിസ്ഥാനത്തിൽ അടുത്ത സ്റ്റെപ്പ് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വെക്കുന്ന എല്ലാം പൂഴിമേല വീട് പണിയുന്നത്. നമ്മൾ ആരെങ്കിലും വിവേകമുള്ളൊരു നല്ലൊരു വീട് പണിയാനായിട്ട് ഭൂമിയിലെ വീട് പണിയാൻ ചിന്തിക്കുമ്പോൾ നല്ല ഉറപ്പില്ലാത്തൊരു ഫൗണ്ടേഷൻ വെക്കാൻ തുടങ്ങുമോ? ഇല്ല. നമ്മൾ ആധ്യാത്മികതയെ മാത്രമാണ് നമ്മൾ ഈ കളിപ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ പൂഴിമേ വീട് വെക്കും. ഈശോ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും കാറ്റ് വരും, കാറ്റും മഴയും വരും, അന്നേരം അത് പോവുകയും ചെയ്യും. അത് നമ്മൾ അന്നേരം ഓർത്തണം. അത്ര ഉറപ്പിലെ നമ്മളെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഏതൊരു വീട് വെക്കുമ്പോഴും അടിസ്ഥാനപരമായിട്ട് ഈശോ മലയ പ്രസംഗത്തിൽ അതാണല്ലോ അവസാനം പറഞ്ഞു വെച്ചേ. ഫൗണ്ടേഷൻ ആദ്യം തുടങ്ങണമെങ്കിൽ ഈ പാവത്തോടുള്ള ഒരു മരണം നടക്കണം. അത് നമ്മുടെ ചോയ്സിൽ നമ്മൾ നടക്കേണ്ടതാണ്. ദൈവത്തിന് അങ്ങനെ നമ്മളെ ആക്കത്തില്ല. ആദ്യത്തെ ഒന്നും നമുക്ക് സ്വതന്ത്ര മനസ്സ് തന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് അങ്ങനെ നമ്മളെ പാപം ചെയ്യാത്ത അവസ്ഥയിലേക്ക് ആക്കത്തില്ല. മാലാഖമാരെ പോലും അങ്ങനെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മാലാഖമാർ സ്വർഗത്തിൽ ആയിരുന്ന മാലാഖമാർ പാപം ചെയ്യുമല്ലേ. അപ്പം അത് നമ്മുടെ ഭാഗത്തുനിന്ന് സ്വതന്ത്ര മനസ്സുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരെണ്ണം നമ്മുടെ മനസ്സിൽ അതിശക്തമായിട്ടിട്ടിട്ട് അത് പൂർത്തിയാകുന്നിടം വരെ നമ്മൾ അതിനോട് ആദ്യത്തെ ഫൗണ്ടേഷൻ അത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലുള്ള ബിൽഡിംഗ് ഒക്കെ നടത്താൻ പറ്റത്തുള്ളൂ. അല്ല, എപ്പോഴും നമ്മൾ നല്ലപോലെ ആലോചിച്ച് നോക്കുക. നമ്മുടെ ആന്തരികതയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും പൂഴിയായി പണിതുകൊണ്ടിരിക്കുക. അപ്പം എന്നായാലും ചെയ്യേണ്ടതെന്ന് ഓർത്ത് നമ്മൾ പൂഴിമയെ പണിതുകൊണ്ടിരിക്കുക. എന്നിട്ട് യോഹന്നാൻ സ്ലീഹയുടെ ലേഖനത്തിൽ അവസാനം പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അവന് പാപം ചെയ്യാൻ പറ്റത്തുമില്ല. ഓർക്കുന്നുണ്ടോ? യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നുണ്ട്, 1-ാം ലേഖനത്തിൽ, ബാക്കി മറന്നുപോയേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നമുക്ക് ഒരു ഡു നോട്ട് സിന്നോ അല്ലെ ഡസ് നോട്ട് സിൻ സ്റ്റേറ്റ് ഉണ്ട്. നമുക്ക് ആദ്യം പാപം ചെയ്യാതെ ഇങ്ങനെ പോയിട്ടും കാര്യമില്ല. പാപം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഒരു കനോട്ട് സിൻ സ്റ്റേറ്റ് ഉണ്ട്. മാതാവിനൊക്കെയുള്ള ഒരവസ്ഥ അങ്ങനെയാണ്. ആ കനോട്ട് സിൻ സ്റ്റേറ്റിലേക്ക് നമുക്ക് വളരാം.
അത്രയും സാധ്യത ഇട്ടിരിക്കുന്നത്. അത് നമുക്കൊരു ചുമ്മാ ഒരു എന്താ നമ്മുടെ മുമ്പിൽ വെറും ഒരു അംബിഷൻ അല്ല, അടിസ്ഥാന അംബിഷൻ. അതില്ലാതെ അടുത്തതിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല അടിസ്ഥാനപരമായിട്ട് പോകുമ്പോൾ. അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ കൃപയെല്ലാം അതിശക്തമാകാൻ തുടങ്ങും. നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അമ്മത്തരസ്യ പുണ്യവതിയൊക്കെ പറയുന്നുണ്ടേ. അതായത് അമ്മത്തരസ്യ പുണ്യവതിക്ക് ഒരു 46 വയസ്സ് വരെ ഒരു ചെറിയ ഉഴപ്പിലായിരുന്നു അമ്മത്തരസ്യ പുണ്യവതി. 46ാമത്തെ വയസ്സിൽ ആരാണ്ട് ഒരു അകന്ന ബന്ധുവിനോട് ഇച്ചിരി ഒരു അടുപ്പം എന്ന് പറഞ്ഞാൽ ഒരു ആരോഗ്യകരമായ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ചെറിയ അതുകൂടെ ഉപേക്ഷിച്ചപ്പോഴാണ് ഈശോ അന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇന്നു മുതൽ തെരേസ്യ നീ മുഴുവൻ എൻ്റേതും ഞാൻ മുഴുവൻ നിൻ്റേതുമായിരിക്കും. അതുവരെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷെ അത് അത്ര ഒരു അവസ്ഥയിലേക്ക് അമ്മ തെരേസ്യ വന്നതിന് ശേഷമാണ്, എന്നിട്ടാണ് അമ്മ തെരേസ്യ പറയുന്നത്, അതിനുശേഷമാണ് പിന്നെ മാനസാന്തരങ്ങളും ഇതെല്ലാം ഉണ്ടാകാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അതുവരെയും ആ ജീവിതം കൊണ്ട് ആത്മാക്കൾക്ക് ഒരു അനക്കവും ഇല്ലായിരുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇത് വലിയ നമ്മൾ ഓർക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഇതെല്ലാം കൂടി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ പിടിച്ചിരിക്കാമെന്ന് നമ്മൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് ചിന്തിച്ച് പോകും. പക്ഷേ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഏറ്റവും സന്തോഷവും സമാധാനപരമായ അവസ്ഥയാണ് അത്. നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലും ജടിക സുഖങ്ങളിലും ആയിരിക്കുന്നതിൻ്റെ കോടിയിരട്ടി ഈശോയുടെ സന്തോഷവും സമാധാനവും എല്ലല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ മഹത്വവും എല്ലാം നമ്മളങ്ങനെ മാറുക. പിന്നെ അപ്പം ആദ്യത്തെ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലേ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദവും ഹവ്വായും കൂടെ കഴിഞ്ഞേച്ചേ വൃക്ഷങ്ങൾക്കിടയിൽ പോയി ഒളിച്ച് നിൽക്കുന്നില്ലേ? എങ്ങനെ എന്നെ അവിടുത്താ നിൽക്കുന്നത്? അത്തിയല്ല, ഇതെവിടെ ഒരു അത്തിയുണ്ടേ, ഇതുണ്ട് അത്തി. ജോസുറ നിൽക്കുന്നതിൻ്റെ അത് തന്നെ ആ ചാരി നിൽക്കുന്നത് വലിയ ഇലയാ. അത് തുന്നി കൊടുത്താ നിന്നത്. പക്ഷെ ഇച്ചിരി വെയിലുണ്ടാകുമ്പോൾ ഉണങ്ങി പോവുകയല്ലേ. അല്ല, ഞാൻ പറഞ്ഞ അത് പറയാനല്ലേ. ആദ്യത്തെ പുസ്തകത്തിൽ പാപം ചെയ്ത മനുഷ്യന് അത്തിയല്ല തുന്നി മരത്തിനിടയ്ക്ക് അത് ഭയങ്കര ഒരു പിഹറാകട്ടോ. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കണം. ആ ഒരു പിക്ചറിങ് കിട്ടിയത്. അവർ രണ്ടുകൂടെ നല്ല മിടുക്കരായിട്ടുള്ള 2 പേര് അത്തിയിലൊക്കെ തുന്നി പാപം ചെയ്ത് ദൈവത്തെ കാണാതെ അതുവരെയും തലേദിവസം വരെ ദൈവത്തോട് കൂടെ നടന്നവരാന്ന് ഓർക്കണം. അവരിങ്ങനെ നിൽക്കുന്ന ഒരു സീൻ നമ്മുടെ മനസ്സിൽ ഇടണം, നമ്മുടെ മനസ്സിൽ കിടക്കണം. എന്നിട്ട് ആദ്യത്തെ പുസ്തകമാണ് അത്. അവസാനത്തെ പുസ്തകത്തിൽ ഒരാൾ നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? പാവത്തെ എല്ലാം ജയിച്ച് ജീവിതത്തിൽ വിജയം നേടിയ മാതാവും സഭയുടെ ഒരു ഭാഗമായിട്ടാണ് സൂര്യനെ ഉടുത്താണ് നിൽക്കുന്നത് അല്ലേ? ഒന്ന് നോക്കി, സൂര്യനെ ഉടുത്ത് ചന്ദ്രനെ പാദപീഠമാക്കി നക്ഷത്രങ്ങളെ കിരീടമാക്കി നിൽക്കുക. ഇതിലെ ഇത്രയും സാധ്യതയാണ് നമുക്ക് കിടക്കുന്നത്. നമ്മൾ പാപത്തിൻ്റെ ഒരു അവസ്ഥയിലും നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇതുപോലെ അത്തിയിലേക്ക് ഉടുത്ത് ദൈവം വന്നിട്ടും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോരാതെ ഇങ്ങനെ നിൽക്കും. നമ്മളങ്ങനെയാണ്. പക്ഷേ നമ്മൾ പാപത്തെ ഉപേക്ഷിച്ച് പാപത്തോട് മരിച്ച് പാപം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും സൂര്യനെ എടുത്ത് ചന്ദ്രനെ അന്നൊരു കോസ്മിക് ഫിഗറിലേക്ക് വളരും. നമ്മൾ ഒരു ലോകം പോലുമല്ല, യൂണിവേഴ്സിൽ പോലുമല്ല, കോസ്മിക് അല്ലേ, പ്രപഞ്ചം മുഴുവൻ. അത് അസിദ്ധിപ്പിണ്ണകളൊക്കെ അതെല്ലാം ഒരു സഹോദരന്മാരായി മാറിയല്ലോ. സൂര്യനും ചന്ദ്രനും എല്ലാവരും ആ ഒരു റിലേഷനിലേക്ക് വരും. അന്നേരം അത് ചുമ്മാ അന്നേരം ഫ്രാൻസിസിന് ഇമോഷൻ അല്ലൊരു ഇമാജിനേഷനിൽ തോന്നിയതല്ലത്. ശരിക്കും ഫ്രാൻസിസിൻ്റെ ആന്തരിക അവസ്ഥ ആയി വന്നതാണ്. കാറ്റീസൊക്കെ പറയുന്നുണ്ട്, ആദിമ നിഷ്കളങ്കതയും ആദിമ നീതിയും നമുക്കുണ്ടാകുന്ന ഒറിജിനൽ ഇന്നസെൻസ് ആൻഡ് ഒറിജിനൽ ജസ്റ്റിസ് എന്ന് പറയും. അത് നമുക്കുണ്ടാകും അന്നേരത്തിൽ. അത് ഈ ഒറിജിനൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഈ ആസിദ് പുണ്യാളൊക്കെ വളർന്നു വന്ന ഈ ഒരു അവസ്ഥയാണ്. പ്രപഞ്ചത്തോട് മുഴുവൻ ഒരു റിലേഷനിലേക്ക് അങ്ങനെ വരും. എല്ലാ കൃപകളും സന്നിഹിതമാണല്ലോ. നമുക്ക് ഇനി നമ്മുടെ ഭാഗത്തുനിന്നുള്ള കോപ്പറേഷൻ മാത്രമേ ഉള്ളൂ. കൃപയും തരുന്നുണ്ട്, കൃപയ്ക്ക് മേൽ കൃപ ചെയ്യുന്നുണ്ട്, കൃപയും കൂടെ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൗലോസ്ലീഹ പറയുന്ന പലപ്പോഴും നമ്മൾ അങ്ങനെ ആ വചനം എടുത്താണ്. പൗലോസ്ലീഹയുടെ അവസ്ഥയല്ല കേട്ടോ, പൗലോസ്ലീഹയുടെ ലേഖനം എല്ലാം എടുത്ത് നോക്കിക്കോ. പൗലോസ്ലീഹ പറയുന്ന പോലെ ഞാൻ ദുർഭകനായ മനുഷ്യൻ, അതല്ല എല്ലാവരും പറയുന്നത് എപ്പോഴും. അതെല്ലാവരും അത് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമല്ലത്. പൗലോസ്ലീഹ ഒരു കോമൺ മനുഷ്യനെ എടുത്തിട്ട്, ഒരു പഴയ മനുഷ്യനെ എടുത്തിട്ട് പറയുന്നതാ ഞാൻ ദുർഭകനായ മനുഷ്യനെ ഞാൻ ആഗ്രഹിക്കുന്നതല്ല, പഴയ മനുഷ്യനാണ് പറയുന്നത്. പൗലോസ്ലീഹ അങ്ങനെ അല്ലായിരുന്നു. പൗലോസ്ലീഹ എല്ലാം ഞാൻ കൂട്ടിയാണ് പറയുന്നത്. 13 അധ്യായം 1:13 ഞാൻ മാലാഖമാരുടെ ഭാഷ സംസാരിച്ചാലും അങ്ങനെയല്ലേ, എല്ലാം ഞാൻ കൂട്ടിയാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വചനം എടുത്തിട്ട് നമ്മുടെ അവസ്ഥ ഇതാന്ന് പറഞ്ഞുകൊണ്ട് പോയാലുണ്ടല്ലോ, മരിക്കുന്നിടം വരെ ഞാൻ ദുർഭകനായ മനുഷ്യൻ തന്നെയായിരിക്കും. അങ്ങനെ പോവും. പക്ഷെ നമുക്ക് എടുക്കാനുള്ള വചനം ദൈവം പരീക്ഷണം അനുവദിക്കുമ്പം അതിനെ വിജയിക്കാനുള്ള കൃപയും കൂടിയ അനുവദിക്കുന്നതെന്ന് മാത്രമല്ല, നമ്മുടെ പരിധിയിലുള്ള പ്രലോഭനമോ അല്ല ടെസ്റ്റോ അനുവദിക്കത്തുള്ളൂ താനും. എന്നാലും നമ്മൾ വീഴുന്നുണ്ടെങ്കിൽ നമ്മളല്ലേ ഉത്തരവാദിത്തക്കാർ.
പിശാചിനെ പഴി വെച്ചേക്കരുത്. പിന്നെ പിശാച് മുഴുവൻ വന്നാലും ഒരു പ്രശ്നമില്ലെന്ന് അമ്മ തെരേസ്യ പറഞ്ഞു. അത് നമ്മുടെ ലഘുഭാവമാണ് പ്രശ്നം. അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഡിസിഷനില്ല അത് കിടക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും അതിങ്ങനെ നോക്കണം. നമ്മൾ ഈ നല്ല സമറായൻ്റെ ഉപമയ്ക്കകത്ത് നമുക്ക് വേണമെങ്കിൽ ഒത്തിരി വ്യാഖ്യാനിച്ച് ഒത്തിരി പ്രാവശ്യം നമ്മൾ കേൾക്കുന്നതല്ലേ. അതിനകത്ത് ഒരാൾ വഴിയിൽ ഒരു യഹൂദനായിരിക്കും, ജെറുസലേമിൽ നിന്ന് വരുന്ന ഒരു യഹൂദനായിരിക്കും. അപ്പോൾ അത് ആ മനുഷ്യൻ അവിടെ വഴിയിൽ വീണ് അർത്ഥപ്രാർത്ഥനയായിട്ട് രക്തം ഒലിച്ച് കിടക്കുവാണല്ലോ. അപ്പം പുരോഹിതൻ വന്നു, അവർ പോയി, ലേവായനും വന്ന് പോയി, ഒരു സമറായക്കാരൻ വന്ന് എന്നതാ ശുശ്രൂഷിച്ചെന്നാണല്ലോ പറയുന്നത്. പക്ഷെ നമ്മളിപ്പം ധ്യാനിക്കുമ്പം പറയും പുരോഹിതന്മാർ പോയി, ലേവായന്മാരും പോയി, മറ്റേ പുള്ളി ചെയ്തു, അത്രയല്ലേ നമുക്ക് ധ്യാനമുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാവേ. ഇത് നമുക്ക് ഓരോരുത്തർക്കും ഈ സുവിശേഷം എഴുതിയത് പുരോഹിതന്മാരൊക്കെ പിന്നെ ഇത് വായിക്കുന്നില്ലല്ലോ, പോയവര്. നമ്മളാണല്ലോ ഇത് എടുക്കുകയും ചെയ്യേണ്ടത്. ലേവായനും വായിക്കുന്നില്ല, നല്ല സമറായനും വായിക്കുന്നില്ല. വായിക്കുന്നതും ജീവിക്കേണ്ടതും നമ്മളല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മുടെ ഉള്ളിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ കുമ്പസാരിക്കാൻ പോകുന്ന ഒരവസ്ഥ എടുത്തേ. നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പം നമുക്ക് ചില കാര്യങ്ങളുണ്ടെന്ന് അറിയാം. നമ്മുടെ ആത്മാവ് കിടക്കുന്ന അവസ്ഥ ഒരുവിധം നമുക്ക് പിടികിട്ടിയല്ലേ. അത് ഏതാണ്ട് പാവത്താലും ആഗ്രഹത്താലും ഇങ്ങനെ രക്തം ഒഴുകി അർത്ഥപ്രാണനായിട്ട് കിടക്കുക. അതിനെ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇപ്പം ഒന്ന് പോയി കുമ്പസാരിക്കും, പിന്നെ കുർബാന ആയിക്കൊള്ളൂ, അങ്ങനെ പോകുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മാവിനെ അങ്ങനെ ഇട്ടിട്ടല്ലേ നമ്മൾ പലപ്പോഴും പോകുന്നത്. നമ്മൾ ഈ കുർബാനയ്ക്ക് പോകുന്നതും കുമ്പസാരം ഏറ്റവും എടുക്കുക. കുമ്പസാരത്തിന് പോകുമ്പോഴും നമ്മുടെ ആത്മാവ് ഇങ്ങനെയാണ് കിടക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ. ഉള്ളിലോട്ട് ഒരുവിധം നോക്കുമ്പോൾ നമുക്കറിയാം, എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പോയി കുമ്പസാരിക്കാതിരിക്കാം, പിന്നെ കുർബാന ആയിക്കൊള്ളണമല്ലോ, എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ബൈപ്പാസ് ചെയ്യല്ലേ. നോക്കി പുരോഹിതനും ലേവായനും പോയ പോലെ നമ്മൾ അറിയാവുന്ന നമ്മുടെ ആത്മാവിനെ ശരിയായ ഒരു അനുതാപത്തിലൂടെ മാനസാന്തരപ്പെട്ട് സുഖപ്പെടുത്താതെ, അല്ലെ അതിന് സൗഖ്യം വേണമെന്നില്ല, ഇതിനെ അങ്ങ് ഇട്ടിട്ട് നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മളിങ്ങനെ ഒരു ബൈപ്പാസിങ് ഉണ്ട് ഉപമയ്ക്കകത്ത്. അങ്ങനെ ഒരു അർത്ഥം എടുത്തിട്ടേ കാര്യമുള്ളൂ പ്രധാനമായിട്ട്. ആദ്യം ബാക്കി ഒത്തിരി മേഖലകൾ കാണും ഓരോ ഉപമയ്ക്കകത്ത് ഈശോ പറഞ്ഞത്. പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യത്തെ ഒരു നമ്മളെപ്പോഴും നോക്കുമ്പോൾ നമുക്ക് നല്ലപോലെ അറിയാം നമ്മളിങ്ങനെ നമ്മുടെ ആത്മാവിനെ ഇട്ടിട്ട് നമ്മൾ ബൈപ്പാസ് ചെയ്ത് പോവുക. ഇവിടെ പോയാൽ പോട്ടെ. എന്നിട്ട് ഡാൻ്റെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് ഫ്രാൻസിസ് അനുദപിച്ച് പൂർണ്ണതയിൽപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പ്രകാശത്തിൽ ഒളിച്ചെന്നാണ് പറയുന്നത്. പ്രകാശത്തിൽ ഒളിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഡാൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡാൻ്റെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഡാൻ്റെയുടെ പുള്ളി ഫ്രാൻസിസ്കൻ ആയല്ലോ അവസാനം, ഇത് 3-ാം സഭക്കാരൻ. ഡാൻ്റെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ വായിച്ചിരുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. ഫ്രാൻസിസിൽ ഓരോ ഇങ്ങനെ ഗുഹയിലൊക്കെ പോയിട്ടിരുന്നിട്ടേ അനുതാപ കണ്ണീരൊഴുക്കി ഇങ്ങനെ കണ്ടെത്തി സ്വയം ആത്മാവിനെ കണ്ടെത്തിയിട്ട് പിന്നെ 20 വർഷത്തെ ഒരൊറ്റ പോക്കാം മുന്നോട്ടേ, പുറകോട്ട് നോക്കാത്തൊരു ജീവിതമാണ്. പിന്നെ ആ പോക്കിൽ രണ്ടാം ക്രിസ്തുവായിട്ട് മാറുക. അതൊരു ഭയങ്കര നമുക്കും അങ്ങനെ പോകാൻ പറ്റും കേട്ടോ. പോകണം. പിന്നെ നമ്മൾ പനസാമ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആ റൂമിൽ. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ നടത്തി വന്നിട്ട് ഒരു വിശുദ്ധയായില്ലെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട് ഇപ്പോഴും അല്ലേ? എനിക്കൊത്തിരി ഫീൽ ചെയ്യുന്നതാണ് ഞാൻ അതിനകത്ത് പോകുമ്പോഴേ. ഇനിയിപ്പോൾ ഈശോയുടെ മഹാജൂബിലിയൊക്കെ വരുമ്പോഴത്തേനും ഇനി ഒരുപക്ഷെ എന്ന് പറയുന്നത് ശരിയല്ല, ഇനിയിപ്പം വിശുദ്ധരെക്കാളും കൂടുതലേ ഈശോയുടെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ് ഇനി. അതായത് ഇത്രയും കാലം വിശുദ്ധരൊക്കെ ഉണ്ടായെങ്കിൽ ദൈവത്തിൻ്റെ സത്തയിൽ നിന്നുള്ള സത്തയാണല്ലോ ഈശോ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സബ്സ്റ്റൻസിൽ നിന്നുള്ള സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് മാറാൻ പറ്റും വചനം മുഴുവൻ ജീവിച്ചു കഴിഞ്ഞാലേ. അതാ ദൈവത്തിൻ്റെ ആഗ്രഹവും കൊതിയും. വചനം മുഴുവൻ എടുത്തു നോക്കിയാൽ അങ്ങനെയാണ് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മളെ വെറുതെ അശിപ്പിക്കുകയല്ലല്ലോ ഇത്. പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണ്, പിതാവിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ സമ്പൂർണ്ണതകളും പ്രാപിക്കാനാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ അത്രയും സാധ്യത നമുക്ക് കിടക്കുക. അത്രയും വലിയൊരു മുകളിലോട്ട് ഹൊറൈസണിലേക്ക് നോക്കിയിട്ട് വേണം നമ്മുടെ ആധ്യാത്മികതയുടെ നമ്മൾ അത്രയും സ്വപ്നം കണ്ടു വേണം നമുക്ക് മുന്നേടെ. അത് ചുമ്മാ അശിപ്പിച്ച് വെച്ചില്ല, വചനം അത്ര സീരിയസ് ആയിട്ട് എടുക്കണം. ഇനി ഫ്രാൻസിസൊക്കെ നമുക്ക് കാണിച്ചു തന്നത് അതാണല്ലോ. പുണ്യാളന് ഫ്രാൻസിസ് അവിടെ മാർപ്പാപ്പയുടെ അടുത്ത് കർദിനാൾ സംഘത്തിൻ്റെ അടുത്ത് നിന്നപ്പം അവിടെ ഒരു കർദിനാൾ ഒഴിച്ച് ബാക്കി എല്ലാ കർദിനാളന്മാരും മാർപ്പാപ്പ ഒന്നും പറയുന്നില്ല, ഈ വചനം നമുക്ക് ജീവിക്കാൻ പറ്റിയല്ലെന്നുള്ള രീതിയിൽ അവരെല്ലാം അന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. അത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അന്നേരമാണ് ഒരു കർദിനാൾ എഴുന്നേറ്റ് പറയുന്നത്, ഈ വചനം ജീവിക്കാനല്ലേ ഈശോ നമുക്ക് എന്നതിനാ തന്നേ. ആ ഒരൊറ്റ പോയിന്റിലാണ് മാർപ്പാപ്പയ്ക്ക് അന്നേരം ശരിയാണല്ലോ എന്ന് ഓർത്ത് മാർപ്പാപ്പ അനുവാദം കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓർത്തോണം അത്രേ. ഇപ്പം ഞാൻ പണ്ട് തൊട്ടേ ഇപ്പോൾ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ ഇരിക്കാൻ തുടങ്ങാനല്ലേ, ചിത്രകഥ തൊട്ടേ
ഇപ്പോൾ എത്ര വർഷമായിട്ടിരിക്കും, ഇപ്പം 10-22 വർഷമായിട്ട് ഞാൻ ഇതിനകത്തിരുന്ന് ഇങ്ങനെ എഴുതുക സുവിശേഷത്തിൻ്റെ അടുത്ത്. സുവിശേഷത്തിൽ നിന്ന് ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ധ്യാനത്തിൽ കിട്ടാനുള്ളതാണ്. എന്തേറെ കാര്യങ്ങൾ ഈശോയുടെ ജീവിതത്തിൽ പിന്നെ കിടക്കുന്നതെന്നറിയോ? അതെല്ലാം കൂടെ ഈ 10 വർഷങ്ങളിൽ നിങ്ങളെല്ലാം കൂടെ ഉത്സാഹിച്ചെങ്കിൽ എടുക്കുക. എന്നിട്ടേ അത്ര നമുക്ക് അന്നേരം ജീവൻ കിട്ടാൻ തുടങ്ങുമേ. ഭയങ്കരമായിട്ട് നമ്മൾ ഇത്രയും വലിയൊരു സുവിശേഷത്തോടാണല്ലോ പ്രതികരിക്കേണ്ടതെന്ന് നമുക്ക് പിടികിട്ടാൻ തുടങ്ങും. നമ്മൾ ചുമ്മാ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുഞ്ഞു ബൊമ്മയോ അല്ലെ ഇത് കാണത്തുള്ളേ. ഓരോന്നും നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് ഓരോന്നും പ്രചോദിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക, നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഈശോ മരുഭൂമി പറഞ്ഞത് എന്നതാ, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കണമെന്നാണല്ലോ പറഞ്ഞത്. അത് പിശാചിനോട് പറഞ്ഞതല്ല കേട്ടോ, നമ്മളത് പിശാചിനോടാണ് പറഞ്ഞത് കൊണ്ടേ. പിശാചിനോട് അന്നേരം പറഞ്ഞത്, പിശാചി അതൊക്കെയാലും എടുക്കാൻ പോകുന്നില്ല, ഒരു വചനം പരീക്ഷിക്കാൻ എടുക്കത്തേ ഉള്ളൂ. പക്ഷെ അത് നമ്മളോട് പറഞ്ഞതാ. ഏതാനും വചനം കൊണ്ടൊന്നും അല്ല ഈശോ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് വരുന്ന, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എല്ലാ വചനവും എടുക്കണമെന്നല്ലേ? അങ്ങനെ ഒരു കാലഘട്ടമായിരിക്കുക. എല്ലാ വചനവും ജീവിക്കേണ്ട വചനങ്ങൾ എന്തേലും കിടക്കുന്നതെന്നറിയോ? നമ്മളതൊന്നും ഗൗരവത്തിൽ എടുത്തിട്ടുമില്ല. അങ്ങനെ അങ്ങ് പോവുക നമ്മൾ. അങ്ങനെ കിടക്കുക, വചനം മുഴുവൻ കിടക്കും. എല്ലാ വചനം കൊണ്ടും കൂടെ ജീവിക്കാൻ നമുക്ക് പറ്റും കേട്ടോ. നമുക്ക് ഓരോ വചനങ്ങളും എല്ലാം ഒത്തിരി വലിയ ഇതിലേക്കൊന്നും നമ്മളെ മാറ്റി വിടുന്നില്ല. പക്ഷെ ഈ സത്തയിലേക്ക് നമ്മളെ എപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ സത്തയെ. അതുകൊണ്ട് വചനം ഈ നമ്മുടെ മഹാജൂബിലിയുടെ നോക്കുമ്പോൾ ഈശോയുടെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉദാഹരണത്തിന്റെ മാത്രം ഒരു മഹാജൂബിലിയല്ലേ. സുവിശേഷം തന്നതിന്റെ 2000 വർഷം തികയല്ലേ. ഗോസ്പലിന്റെ ഒക്കെ മഹാജൂബിലിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ ഇരുന്ന് കുറേ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു 33 കാര്യങ്ങൾ ഞാനിങ്ങനെ എഴുതിയെടുക്കും. അതിൻ്റെ എല്ലാം മഹാജൂബിലിയാണ്. പുതിയ കൽപ്പന തന്നതിൻ്റെ മഹാജൂബിലിയാണ് അല്ലേ. പുതിയ കൽപ്പന നിസ്സാരമല്ലേ. പുതിയ കൽപ്പന അത്ര വലിയ കൽപ്പനയാണ് നമുക്ക് ദൈവം തന്നതേ. അതായത് പഴയ കൽപ്പനയിൽ നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞിരുന്നത് അല്ലേ നമ്മൾ. പക്ഷെ പുതിയ കൽപ്പനയിൽ ഈശോ പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അവിടെ ദൈവമായി. നമ്മുടെ പഴയ സ്നേഹത്തിന്റെ എന്നതാ അളവ്, നമ്മളുടെ സ്നേഹം, നമ്മൾക്ക് നമ്മളോടുള്ള സ്നേഹമായിരുന്നെങ്കിൽ പുതിയ കൽപ്പനയുടെ അളവ് പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ സ്നേഹിക്കുന്ന അത്ര അളവിലേക്ക് മാറ്റിയിരിക്കുക. അത്രയും വലിയ കൽപ്പനയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളത് നോക്കുമ്പോൾ കുഞ്ഞു കൽപ്പന പോലെയാണ് കിടക്കുന്നത്. പക്ഷെ അത്രയും വലുതെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലൊന്നും വരാൻ പറ്റത്തില്ല, വെക്കാനും പറ്റത്തില്ല. മാക്സിമം എല്ലാം ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷങ്ങളിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഏറ്റെടുത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫിൽ ഒപ്പം അതിൻ്റെ ആന്തരികതയിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഭയങ്കരമാണ് ഒരു സമയം. ഇങ്ങനെയാണ് സമയം പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും കുറേയൊക്കെ കിട്ടുവാണേ. വല്ലയിടയ്ക്ക് ചോദ്യമില്ലെന്ന് ഞാൻ പറഞ്ഞേ. ജീവൻ്റെ ഓരോന്നിങ്ങനെ കിട്ടാൻ തുടങ്ങും. നമ്മൾ ഏത് കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങുമോ അന്നേരത്തേനും ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ദൈവം അല്ലാതെ കൃപ നമുക്ക് തരത്തില്ല ചുമ്മാതെ. ഇപ്പം ഞാൻ ഉദാഹരണം പറയുന്നത്, ഈ മദർസയുള്ള കാലത്ത് മദർ പോയി കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കുക എനിക്കൊരു 10 കോടി രൂപ വേണം ഈ പാവങ്ങളെ നോക്കാമെന്ന് പറഞ്ഞാൽ മദറിന് കൊടുക്കും അല്ലേ, അറിയാവുന്നത് കൊണ്ടും ഇതായതുകൊണ്ടും. പക്ഷെ നമ്മൾ പോയി ചോദിക്കുക എനിക്കൊരു 10 കോടി രൂപ വേണമെന്ന് തരുമോ? അവർ ഗവൺമെന്റിന് അറിയാം നമ്മൾ കൊടുത്താൽ ഒന്നും ചെയ്യാൻ എത്തുമില്ലെന്ന്. അപ്പം ദൈവത്തിനും അങ്ങനെയല്ലേ. നമുക്ക് നൽകപ്പെട്ട കൃപയോട് സഹകരിച്ച് മുന്നേറുന്നതനുസരിച്ച് നമുക്ക് അടുത്ത കൃപ കിട്ടത്തുള്ളൂ. അല്ല വെറുതെ തന്നിട്ട് കാര്യമില്ലല്ലോ. ഇതിൽ ആയിരിക്കേണ്ട കാര്യത്തെ പ്രധാനപ്പെട്ടടുത്ത് വെച്ചിരിക്കുന്നു ബുക്കിൻ്റെയൊക്കെ അല്ലേ. പക്ഷേ പ്രധാനപ്പെട്ട കാര്യത്തെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരണം ഇനി. എന്നാലും പിന്നെ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മുടെ ആത്മാവിലേക്ക് നോക്കിയിട്ട് അതിന് പരിക്ക് പറ്റുന്നുണ്ടോയെന്ന് എപ്പോഴും നമുക്കൊരു സ്കാനിങ് നടക്കേണ്ടതേ. അതിനകത്തൊരു എന്നതേലും അത് നമ്മുടെ വിഷയമാണ്. നമുക്ക് പരിക്ക് പറ്റിയാൽ നമുക്കല്ലേ പ്രശ്നം വരുന്നത്. പക്ഷെ നമ്മളങ്ങനെ നോക്കുന്നില്ല. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് നമുക്ക് വലിയ പരിക്കുകൾ പറ്റിക്കുക പലപ്പോഴും. അന്നേരം പിന്നെ എന്നതാ മഞ്ഞുകണം പോലെ നമ്മുടെ ആത്മാവിനെ നിർമ്മലമായിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് കഴിയുമ്പോഴത്തേനും ഇതെല്ലാം പിന്നെ ഒരു സ്വാഭാവികതയിൽ അങ്ങ് നടക്കാൻ തുടങ്ങും. അന്നേരം പിന്നെ നമുക്ക് കൃപാപൂർണ്ണതയിൽ നിലനിൽക്കാനും സുഹൃതപൂർണ്ണതയിൽ നിലനിൽക്കാനും പ്രസാദപര പൂർണ്ണതയിൽ നിലനിൽക്കാനും എല്ലാം പറ്റും. അതെല്ലാം നമ്മുടെ ആത്മാവിനെ ദൈവം നമ്മളെ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. അത് നമുക്ക് കയറി കഴിഞ്ഞാൽ പറ്റുകയും ചെയ്യുവേ. അതാ വിശുദ്ധരെല്ലാം എത്ര സൂക്ഷ്മതയോടെ ഒരു കുഞ്ഞു അവരുടെ ആത്മാവിനെ പരിക്ക് പറ്റിക്കാൻ അവരൊന്നും സമ്മതിക്കുന്നില്ല എന്നൊരിക്കലും. അവരന്നാരെ അതിനെ ഉപരി നന്മയിലേക്കും അല്ല ദൈവത്തിലേക്കും നോക്കിയിട്ട് ഓരോ കാര്യങ്ങളുമേ അവരന്നേരെ ചെയ്യുമായിരുന്നു. നമ്മുടെ സ്റ്റീഫൻ കണ്ടില്ലേ, സ്റ്റീഫൻ്റെ അടുത്തോട്ട് അവർ കല്ലൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് കല്ലെടുത്തുകൊണ്ട് വന്നപ്പം പല്ലിർമിക്കൊണ്ട് വന്നപ്പം സ്റ്റീഫൻ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിലും ചെവിയിലും പരിച്ഛേദനം ചെയ്യാത്തവരാന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നില്ലേ? അങ്ങനെ പറയുന്നുണ്ട്.
സ്റ്റീഫൻ്റെ പ്രസംഗത്തിലേ. പക്ഷേ ഈശോ മുകളിലോട്ട് നോക്കി ഈശോയെ കണ്ടപ്പോഴത്തേനും അന്നേരം മുട്ടുകുത്തി ഇവരോട് ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. അത് നമ്മുടെ അടുത്തും വരും. നമ്മുടെ അടുത്തോട്ട് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരിങ്ങനെ എന്നതേലും ഒക്കെ ആയിട്ട് നമ്മളെ ആക്രമിക്കാനൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേനും അവരെ നമ്മൾ വിമർശിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഈശോയിലേക്ക് ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും ഇതൊക്കെ സ്വർഗവും വിഭാഗവും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെന്നാത്തിന് ഈ കുഞ്ഞായിരത്തിനോട് അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടേ ഇവരോട് ക്ഷമിച്ചേക്കാനും പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. ഈ പാവത്തെ സംബന്ധിച്ച് നമ്മൾ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ആണല്ലോ. നമ്മൾ ചെയ്യുന്ന പാവങ്ങളെക്കാൾ കൂടുതൽ ഉപേക്ഷയുടെ പാവങ്ങളാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞത്. ഉപേക്ഷ എന്ന് പറഞ്ഞാൽ ചെയ്യാതെപ്പെടാതെ പോകുന്നതാണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ഒരുപക്ഷെ ആത്മീയ പുരോഗതി എത്തുകയെ ഒരു 99% അല്ല 90% ഇങ്ങനെ നമ്മൾ ചെയ്യപ്പെടാതെ ഉപേക്ഷയാലുള്ള പാവമാണ്. പാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ പുരോഗതിയാണല്ലോ വിഷയം. അന്നേരം വളർച്ചയ്ക്ക് തടസ്സമായിട്ട് അത് നിൽക്കുക. അതുകൊണ്ടാണ് നമ്മുടെ പൗലോസ്ലിയൊക്കെ എപ്പോഴും പറയുന്നില്ല, വചനങ്ങൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പൗലോസ്ലിയൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ സമയത്തെ ഫലപ്രദമായിട്ട് പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമയം നിങ്ങളുടെയൊക്കെ പിന്നെ ടൈം ടേബിൾ നമ്മുടെ സമയം എന്തേലും വെറുതെ ഇങ്ങനെ ഈ പാടുന്നില്ല പോലെ പോകുമല്ലേ, പുറമ്പോക്ക് പോലെ. കാരണം അവിടെ നമ്മൾ ചുമ്മാ ഭൂമി ഇട്ട് കഴിഞ്ഞാൽ നല്ല ചെടികൾ വെച്ചില്ലെങ്കിൽ വെറുതെ ഭൂമി കിടന്നാൽ അവിടെ എല്ലാം ചെടികളും അതുമെല്ലാം അത് എടുത്ത് വളരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ സമയത്തെ മൊത്തം ഇങ്ങനെ മുഴുവൻ സമയത്തെയും പ്രയോജനപ്പെടുത്തണമെന്നാണ് പൗലോസ്ലിയ പറഞ്ഞിരിക്കുന്നത്. മുഴുവൻ സമയത്തെ. അപ്പോൾ അവരൊക്കെ മുഴുവൻ പൗലോസ്ലിയുടെ ഒക്കെ ലേഖനം വായിച്ചു കഴിയുമ്പോഴേ എൻ്റെ മുഴുവൻ എനർജിയോടും കൂടെ ഞാൻ അധ്വാനിച്ചെന്നാണ് പറഞ്ഞത്. മനുഷ്യർക്ക് ആത്മരക്ഷയ്ക്ക് വേണ്ടി മുഴുവൻ ഊർജ്ജം എടുത്തിരിക്കുന്നു. അല്ലാതെ അവർക്ക് പറ്റുന്നത് പോലെയല്ല, ഇത്രയും അധ്വാനിച്ചത്. അത് നമുക്ക് ആന്തരികമായിട്ടും ഇതെല്ലാം ചെയ്യാം. ഓരോ കാര്യങ്ങളും കൊച്ചുസിയുടെ അങ്ങനെയാണല്ലോ. കൊച്ചുസിയുടെ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ കൊച്ചുസിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള ഒരു സ്പിരിച്വാലിറ്റി അങ്ങനെയാണോ കേട്ടിരിക്കുന്നത്? അങ്ങനെയും കേട്ടിട്ടുണ്ടല്ലേ. എന്തോ കുറുക്കുവഴി ആണല്ലോ. പക്ഷെ വഴി ഭയങ്കര ദുർഘട വഴിയാണ്. കുറുക്കുവഴി ഞെരുക്കമുള്ള വഴിയായിരുന്നല്ലോ. അല്ല, കൊച്ചുസിയെക്കുറിച്ച് എങ്ങനെ കൊച്ചുസിയുടെ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുന്നത് പ്രമാണിച്ച് മരിച്ചതിൻ്റെ ഈ ലോകത്തിലെ പോസിഡി കർമ്മലിത്ത വൈദികർ ഒരു 5 ഏറ്റവും പ്രധാനപ്പെട്ട വൈദികർ ലോകത്തിലുള്ള അവർ പഠിച്ചു വെച്ച ഒരു പുസ്തകം പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് അവർ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ച് ഇങ്ങനെയാണ്. നമ്മൾ പറയും കുത്തിയസയുടെ സ്പിരിച്വാലിറ്റി ഏറ്റവും എളുപ്പമുള്ള സ്പിരിച്വാലിറ്റിയാണ്. പക്ഷേ കുത്തിയസയുടെ സ്പിരിച്വാലിറ്റി ഏറ്റവും നമ്മൾ തന്നെ ഊർജ്ജം കൊടുക്കേണ്ട സ്പിരിച്വാലിറ്റിയാണ്. അതായത് കുത്തിയസയുടെ ജീവിതത്തിൽ ഒരു വേദന പോലും അല്ല ഒരവസ്ഥ പോലും ദൈവത്തിന് സമർപ്പിക്കാതെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാതെ കടന്നു പോയിട്ടില്ല. ഒരെണ്ണം പോലും, യാതൊരെണ്ണം പോലും. അപ്പം അങ്ങനെ 24 മണിക്കൂർ നേരത്തെ യാഗരൂപതയായിരുന്നു പറഞ്ഞു കുത്തിയസയ്ക്ക്. ഒന്ന് ഓർത്ത് നോക്കി അന്നേരം എന്തേരെ അതൊരു നമുക്ക് യാഗരൂകത അങ്ങനെ ഒരു പാടല്ലായിരിക്കും. പക്ഷെ എന്നാലും 24 മൊത്തം സമയത്തിൻ്റെ യാഗരൂകതയിലായിരുന്നാണ് പറയുന്നത്. പക്ഷെ അത് നമുക്ക് ഭാരമല്ല കേട്ടോ. നമ്മൾ പുണ്യത്തിൽ നിന്ന് പുണ്യത്തിലേക്ക് വളരുമ്പോഴത്തേനും നമ്മളിപ്പോൾ ആലോചിക്കുമ്പോഴാണ് ഇത് പിശാച് നമ്മളെ ഭാരമായിട്ട് ഇടുന്നത്. നമുക്ക് അങ്ങനെ അല്ലാത്തപ്പം നമുക്ക് എപ്പോഴും അതൊരു ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതിൻ്റെ സന്തോഷത്തിലല്ലേ. ഈ പൗലോസ്ലിയൊക്കെ ചുമ്മാ ഭാരപ്പെട്ടല്ലല്ലോ ഒന്നും ചെയ്ത്. പൗലോസ്ലിയുടെ ലേഖനങ്ങൾ മുഴുവൻ ഇങ്ങനെ പൗലോസ്ലിയ മൊത്തം സ്നേഹിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈശോയെ സ്നേഹിച്ച് അങ്ങനെ നമ്മൾ അവിടുന്ന് എടുത്ത് ഓരോ കോട്ട എടുക്കുന്നതുകൊണ്ടാണ് മുഴുവൻ ലേഖനം വായിച്ചു നോക്കി മൊത്തം ഇടത്ത് ഈ പൗലോസ്ലിയയ്ക്ക് ഈശോയോട് ഇങ്ങനെ തിങ്ങി വിങ്ങുന്ന സ്നേഹത്തിലാണ് പൗലോസ്ലിയ മുഴുവൻ പറഞ്ഞു പോയിരിക്കുന്നത്. അവസാനമൊക്കെ ചിലയിടത്ത് പറയും കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശവിക്കപ്പെട്ടവനാകട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നത് അല്ലേ. നമ്മുടെ കർത്താവിനോട് നിങ്ങൾക്ക് ഒരു ലേഖനത്തിൽ പറയുന്നത് നമ്മുടെ കർത്താവിനോട് നിങ്ങൾക്ക് മരണമില്ലാത്ത അൺഡൈയിങ് സ്നേഹം ഉണ്ടായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പൗലോസ്ലിയ പോകുന്നത്. അപ്പം പൗലോസ്ലിയ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പീഡയും പ്രശ്നമല്ല കേട്ടോ. അതായത് പൗലോസ്ലിയ നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സ്റ്റാച്ചു ഒക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പോഴല്ലേ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നുന്നതേ. പൗലോസ്ലിയയ്ക്ക് ഏറ്റ പീഡകളുടെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ടല്ലോ. അത് മെത്രാന്മാർക്കുള്ള ഞാനവർക്ക് അത് ഒരു മെത്രാൻ്റെ ഇപ്പം ഡിഗ്രികളല്ലേ വെക്കുന്നത് മെത്രാൻ എന്ന് പറഞ്ഞാൽ അല്ലേ, PhD കുറേ അതല്ലേ. പക്ഷെ ഇത് പൗലോസ്ലിയ ഒരു മെത്രാനായിരുന്നല്ലോ. മെത്രാൻ്റെ PhD ആ നമ്പറുകൾ അതൊന്ന് ഇങ്ങനെ എഴുതി വെക്കണം. അപ്പോൾ അതിനകത്ത് പൗലോസ്ലിയ പറയുന്നത് 5 പ്രാവശ്യം ഒന്ന് പറയാതെ 39 അല്ലേ, ഒന്ന് കുറഞ്ഞെന്നാ അന്ന് ഇച്ചിരി ഭാഷ ഇത്തിരി വ്യത്യാസം. ഒന്ന് കുറഞ്ഞെന്നല്ലേ, ഒന്ന് പറയാം. അതെ
അങ്ങനെയാ. അങ്ങനെയാണെങ്കിൽ 39. 39 അടി വെച്ച് 5 പ്രാവശ്യം അടിക്കുമ്പോൾ എത്രയായി? കാൽക്കുലേറ്റർ വേണം. മൊത്തം കൂട്ടിയിട്ട് 5 കുറച്ചാൽ പോരെ? 40, 4, 5, 20. 5 കുറച്ച് 195. അത്ര അടി കിട്ടി. അടി കിട്ടിയത് സാറന്മാർ ക്ലാസ്സിലടിക്കുന്ന കാപ്പി പൊടി കൊണ്ടുള്ള അടിയാണോ അതോ ചുരുളുകൊണ്ടുള്ള അടിയാണോ? പാഷൻ ഓഫ് ക്രൈസ്റ്റിനകത്ത് കണ്ട അടിയാണ് കേട്ടോ പൗലോസിലേക്ക് കിട്ടിയത്. 5 പ്രാവശ്യം കിട്ടും. ഈശോയ്ക്ക് 1 പ്രാവശ്യം കിട്ടും. അത്ര അടിയാണ് കിട്ടിയത്. കാരണം അവരെ പട്ടാളം അവിടെ ശിക്ഷിക്കുന്നത് ഗവർണർമാരും രാജാക്കന്മാരുമാണ് ശിക്ഷിക്കുന്നത്. അന്ന് ഈശോയ്ക്ക് കൊടുത്ത അതേ ശിക്ഷയാണ് ഇത് അത്ര അടിയാണ് മേടിക്കുന്നത്. 5 പ്രാവശ്യം ഓർത്ത് നോക്കി. അതിൻ്റെ അർത്ഥം പൗലോസ്ലീഹായുടെ ജീവിതം നമ്മളൊന്ന് നല്ലപോലെ പൗലോസ്ലീഹയെ അങ്ങനെയും കൂടെ ഒന്ന് ധ്യാനിക്കേണ്ടതുണ്ട്. പൗലോസ്ലീഹായുടെ ജീവിതം നമ്മൾ ഓർക്കുമ്പോൾ അവിടെ ഇവിടെയെല്ലാം പ്രസംഗമൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നില്ലല്ലേ. ഈ എഴുതിയിരിക്കുന്ന മുഴുവൻ ജയിലിൽ കിടന്ന ഈ ഒരടി കിട്ടിയിട്ട് അതൊന്ന് സുഖപ്പെട്ട് പറഞ്ഞാൽ എത്ര കാലം എടുക്കുന്നു ഒന്ന് ഓർത്ത് നോക്കി. നമുക്കിട്ട് ഒരടി കിട്ടിയാൽ ഞാൻ മരിച്ചു പോകുന്നു എൻ്റെ വിചാരം. അതുകൂട്ട് 40 അടി അല്ല 39 അടി വെച്ച് 5 പ്രാവശ്യം കിട്ടുക. ഒരടിയുടെ ഒന്ന് ഒന്ന് സുഖപ്പെട്ട് അത് ഓക്കെ മുഴുവൻ പാടായിരുന്നായിരിക്കും പൗലോസ്ലീഹയുടെ മേത്ത്. മൊത്തം ഇത്രയും അടി കിട്ടുമല്ലേ, അതിൻ്റെ മൊത്തം വടുവായിരുന്നായിരിക്കും. അപ്പോൾ അതൊന്നും സുഖപ്പെട്ട് വരുമ്പോൾ പിന്നെ വടുവേലടിക്കുന്ന അതിനേക്കാളും വേദനയാണെന്ന് ഓർക്കണം. അല്ലേ, നമ്മുടെ മുറിഞ്ഞ ഭാഗത്തേക്കൊക്കെ പിന്നെ ഒരു വേദന ഉണ്ടാകുമ്പോൾ അതിലും വേദനയല്ലേ. അങ്ങനെ അടിച്ച് പൗലോസ്ലീഹയുടെ 10-40 വർഷം ജീവിച്ചെന്ന് കൂട്ടിക്കൂ. എത്ര കാലം കാണും പൗലോസ്ലീഹ ഒരു ആശ്വാസകരമായിട്ട് ജീവിച്ച ദിവസം കാണുമോ? ഈ ജയിലിലിടുന്നത് ഈ അടിയൊക്കെ മേടിച്ച് ജയിലിടുമ്പോൾ ആരെങ്കിലും ഉണ്ടോ ഒന്ന് ചൂട് പിടിക്കാനോ ഉപ്പുവെള്ളം തിരുമാനോ? കുഞ്ഞടിയല്ലെന്നും ഓർക്കണം. ഇത് ഇറച്ചി പറഞ്ഞു പോയ അടികളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ 40 പ്രാവശ്യം പിന്നെ വടി കൊണ്ട് അടിച്ചെന്ന് അതിൻ്റെ വേറെ ഉണ്ട് അതിൻ്റെ താഴോട്ട്. പിന്നെ എപ്പോഴാണ് സുഖം കിട്ടിയിരിക്കുന്നത്? കടലിൽ പ്രശ്നം, വീട്ടുകാരിൽ നിന്ന് പ്രശ്നം, നാട്ടുകാരിൽ നിന്ന് പ്രശ്നം, അതെല്ലാം പൗലോസ്ലീഹ അറിഞ്ഞിട്ടുണ്ട്. അത് എടുത്ത് വായിച്ച് നോക്കിയാൽ. അപ്പോൾ ഇതെല്ലാം എഴുതിയിട്ട് പൗലോസ്ലീഹ ആണ് ദൈവസ്നേഹത്തെക്കുറിച്ച് എഴുതുന്നതെന്ന് ഓർക്കണം. അപ്പോൾ നമുക്ക് ഈ ഈശോയ്ക്ക് വേണ്ടി ഇന്ന് വരെ ഒന്ന് വേർത്തിട്ട് പോലും കാണത്തില്ലായിരിക്കും. ഉണ്ടോ? ചിലപ്പം കാണുമായിരിക്കും, ഓട്ടിക്കും. അത്രേ ചെയ്തിട്ടുള്ളൂ നമ്മൾ കൂടി വന്നു. പക്ഷെ പൗലോസ്ലീഹായ്ക്ക് എത്ര പ്രാവശ്യം ഇതുപോലെ വേദനയും പീഡയും അടിയും രക്തം ചിന്തലും നടന്നേച്ചാണ് പൗലോസ്ലീഹ റോമാലേഖനത്തിന് ആദ്യം ഇങ്ങനെ എഴുതുന്നത്. ഈശോ മിശിഹ വഴിയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്തും. പറഞ്ഞ വാക്യം കൂടെ അതിന്റെ താഴോട്ട് അതിന് ബാക്കിയുണ്ട്. അടുത്ത ഒരു ലിസ്റ്റ് കൂടെ പറയുന്നുണ്ട്. അല്ല ഇത്രയും പറയണമെങ്കിലേ ഇപ്പം എനിക്ക് കയറി വേണേൽ ഒരു സ്റ്റേജിൽ കയറി മൈക്കും വെച്ച് തരുവാണെങ്കിൽ നിങ്ങൾ ധ്യാനിക്കാനിരിക്കുകയാണെങ്കിൽ വേണേ പറയാം ഈശോ മിശിഹ അങ്ങനെയാണോ പറഞ്ഞത് പൗലോസ്ലീഹ? ഇത് കഴിഞ്ഞ് കയറി വന്ന് പറയുന്ന അനുഭവം ഇത്. ആർക്കും വേർപെടുത്താൻ പറ്റിയില്ലെന്ന് ഈ കുഞ്ഞു പീഡ ഒന്ന് സഹിച്ചേച്ച് വന്നല്ല പറയുന്നത്. ഇത് എഴുതിയതും ഇത്രയും സഹിച്ചേച്ച് വന്നാണ് പൗലോസ്ലീഹ ഇങ്ങനെ എഴുതുന്നത്. പൗലോസ്ലീഹയൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ജീവിതവും ഇങ്ങനെ എപ്പോഴും എവിടെയേലും ഇവിടെ അടുത്തല്ലായിരുന്നു. എപ്പോഴും ന്യായാധിപന്മാരുടെ അടുത്തും രാജാക്കന്മാരുടെ അടുത്തും പിന്നെ റോമിലേക്ക് കപ്പലെ കൊണ്ടുപോകുന്നു. അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ജീവിക്കാൻ വേണ്ടി ഇത് കിട്ടുമെന്ന് കണ്ടാലും ആരോഗ്യമുള്ളപ്പോഴൊക്കെ ഈ കൂടാര നിർമ്മാണമായിരുന്നല്ലോ, അത് ചെയ്താൽ ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നു. ബാക്കിയുള്ളവർക്ക് അതിൽ നിന്ന് സംഭാവന കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ പോലും ജീവിച്ച് എന്നിട്ട് മൊത്തം ലേഖനം എടുത്ത് നോക്കി അതിനകത്ത് നമ്മൾ വേറൊരു നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ മുഴുവൻ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയത്തോടെ പൗലോസ്ലീഹ ലേഖനം മുഴുവൻ എടുക്കും. മൊത്തം ഈശോയെക്കുറിച്ചുള്ള പൗലോസ്ലീഹ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് മിസ്റ്റിക്ക് ഇത് ഈശോയുടെ ഭൗതിക ശരീരത്തെക്കുറിച്ചുള്ള ഇതേ ഘട്ടത്തില്ലായിരുന്നു. പൗലോസ്ലീഹ അത് എഴുതിയിരുന്നു ഓർത്തു. അങ്ങനെ അടിയൊന്നും മേടിച്ചാലും കുഴപ്പമില്ല. അവസാനം 2 അപ്പസ്തോലൻ എഴുതിയ പൗലോസിൻ്റെതായി. ഇപ്പം നമ്മൾ ഇതൊക്കെ എഴുതുമ്പോഴേ ഇത് അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ സെൻറ്റ് പോളാ. ഇത്രയും 2 സ്തംഭങ്ങളായി പത്രോസും പൗലോസും. അങ്ങനെയുള്ള മാർപ്പാപ്പമാരൊരു വിശ്വാസ സത്യം പ്രഖ്യാപിക്കുമ്പോഴും പത്രോസ് പൗലോസ്ലീഹമാരുടെ അധികാരത്തിൽ എൻ്റെ അധികാരം ഉപയോഗിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പം അത്രയും ഉയർത്തി തന്നാലും. പക്ഷെ ഇത്രയും അടി മേടിച്ചാലും അല്ല, ഞാൻ പറഞ്ഞത് അത്രയും സഹിച്ചാണ് അവരുടെ ജീവിതത്തെ, ഇത്രയും ഊർജം കൊടുത്താണ് അവർ ജീവിതം പോയത്. നമുക്കിങ്ങനെ നമ്മൾ പറയുന്നത് പോലെ ഒരു നമ്മൾ 13 മണി എഴുതാതെ എങ്ങനെ കിളക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഈശോയുടെ ലൂക്കാസ് സുവിശേഷത്തിൽ ഞാൻ പറയല്ലേ എന്നും വായിക്കുമായിരുന്നേ ശിഷ്യത്വത്തിനുള്ള ഇതേ. അതിനകത്ത് പറയുന്നത് നമ്മൾ അതിനകത്ത് ഈശോ പറയുന്നത് ഇതാണ്: നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരിഗണിച്ച് നോക്കിക്കോ, എല്ലാം ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് പരിഗണിച്ച് നോക്കിക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വീട് പണിയുന്നതിന് മുമ്പേ അതിനുള്ള പണി ാനുള്ള അവസ്ഥയുണ്ടോ എന്ന് നോക്കണം. യുദ്ധത്തിന് വരുമ്പോൾ 20,000-ത്തിന് 10,000 കൊണ്ട് നേരിടാനുള്ള എന്ന് പറഞ്ഞ് അങ്ങനെ അവസ്ഥയുണ്ടോ എന്ന് നോക്കി എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് വേണേൽ നിങ്ങൾ ആലോചിച്ചു. പക്ഷേ എല്ലാം ഉപേക്ഷിക്കാതെ
ഈശോ അനുഗമിക്കാവോ എന്ന് നിങ്ങൾ ആലോചിക്കുക വേണ്ടെന്ന് അതിന് വചനത്തിൽ നല്ലപോലെ എടുത്ത് വായിച്ചാൽ. എല്ലാം ഉപേക്ഷിക്കാതെ, നമ്മളിപ്പം പൊതുവെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എല്ലാം ഉപേക്ഷിക്കാതെ ഈശോ എങ്ങനെ അനുഗമിക്കാന്നുള്ള കാര്യം ആലോചിക്കും. ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവേ പിടികിട്ടിയത് ഇത്ര വർഷം വരുന്നത് അവസ്ഥ ചെയ്ത് ധ്യാനിച്ചാലും അസാധ്യമല്ല താൻ, അല്ല സാധ്യമല്ല താൻ. അങ്ങനെ പാവത്തോട് മരിച്ച അവസ്ഥയിലേക്ക് ആക്കിയാൽ പിന്നെ സ്റ്റെപ്പ് വെക്കാനും പിന്നെ കൃപയുടെ ഭയങ്കര സമൃദ്ധിയാണ്. അതായത് നമ്മൾ ബുദ്ധിക്കൊക്കെ വെളിക്കാൻ കിട്ടാൻ തുടങ്ങുകയും ഒരു നല്ല ഒരു ഏറ്റവും അടിസ്ഥാനമാണ് അത്. കാരണം മാമോദീസയിൽ തന്നെ അതാ പറയുന്നത്. മാമോദീസ ആഗ്രഹിക്കുന്നതും പാവം ചെയ്താണല്ലോ മനുഷ്യന് ഈ പ്രശ്നം എല്ലാം പറ്റിയത്. അതിൽ നിന്ന് മാറുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടേ മരിക്കുക എന്നുള്ളതേ. അപ്പം അന്നേരം ഈ കുമ്പസാരം തന്നെ നമ്മൾ കുമ്പസാരത്തിലെ മനസ്സാപ്രകടനം എനിക്കൊക്കെ ഉണ്ടായ അനുഭവം അതാണ്. ഏറ്റവും ഈശോ അങ്ങനെ ഒരു ഇതില്ല, ഞാൻ പറയുന്നില്ല. ഈ മനസ്സാപ്രകടനം ചെല്ലുന്നത് പ്രസാദപര സഹായത്താൽ നുണ പറയുന്നു. അതൊന്നും നല്ലപോലെ ആയാലില്ലേ, അത് ആദ്യം അതാകണം. എനിക്ക് പണ്ടങ്ങനെ ആദ്യമൊന്നും ഞാൻ കുറച്ച് നാൾ ചെല്ലത്തില്ലായിരുന്നു. അത് ചെല്ലിക്കഴിഞ്ഞാൽ ഭയങ്കര നുണയല്ലേ നമ്മൾ പറയുന്നത്, ജീവിതത്തോട് പോയി. അത് ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെയും പറയുക ഏതൊരു പാവം ചെയ്യുന്നതിനേക്കാളും മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കും. ഞാനത് ചെല്ലിയല്ലായിരുന്നേ, നിങ്ങൾ അങ്ങനെ ചെയ്തായിരിക്കും. കാരണം ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞാലേ നമ്മളെ മരിപ്പിച്ചേക്കാനും കളഞ്ഞല്ലോ. നമ്മൾ സന്നദ്ധത പറഞ്ഞു കഴിയുമ്പോഴത്തേനേ. അപ്പം അന്നേരം എനിക്കൊരു ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്, അതായത് നമ്മൾ കുമ്പസാരിക്കാൻ അവകാശം നിങ്ങൾ ആന്തരികമായിട്ട് എടുത്താൽ മതി. കുമ്പസാരിക്കാൻ ചെല്ലുമ്പം നമ്മൾ ഏറ്റു പറയാൻ പോകുന്ന പാവങ്ങൾ നമ്മളും മനസാക്ഷിയും കാണുന്നിടത്ത് അത് ഈ മനസാപ്രകടനം ചെല്ലിയതുപോലെ ആയിരിക്കണം. അതായത് ഇത് വീണ്ടും ആവർത്തിക്കുന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ ആദ്യ സ്റ്റേജിൽ ഞാൻ നോക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. നമുക്കും അറിയാം, ഇപ്പം സ്ഥിരം കുമ്പസാരക്കാരനാണ് നമ്മൾ ചെല്ലുമ്പോഴേ പറയണമെന്നൊന്നുമില്ല, ഇങ്ങനെയൊക്കെയറിയാം. അപ്പം നമ്മൾ കുമ്പസാരിക്കുമ്പോഴും നമ്മൾ കുമ്പസാരിക്കാൻ ഒരുങ്ങുമ്പോഴും എല്ലാം നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു അയഞ്ഞ നിലപാടി നമ്മൾ പറയും, നമ്മളിപ്പം കുമ്പസാരിക്കും, പിന്നെ കുമ്പസാരിക്കണമല്ലോ, അച്ഛനും ഉണ്ടല്ലോ, കുമ്പസാരം ഉണ്ടല്ലോ, നമ്മളും ഉണ്ടല്ലോ എന്നോർത്തുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം കുമ്പസാരിക്കാനായിട്ട് മനസാക്ഷി നല്ലപോലെ ഒരു ഇത് ചെയ്ത് നമ്മൾ ഏറ്റു പറയാൻ പോകുന്ന പാവം പിന്നെ ആവർത്തിക്കുകയില്ല എന്നുള്ള അന്നേരം എന്ന് പറഞ്ഞാൽ അതൊരു ആത്മവഞ്ചനയിലിടരുത്. അന്നേരം നമുക്ക് തോന്നണം, കുമ്പസാരിക്കുമ്പോഴേ അന്നേരം നമുക്ക് തോന്നണം ഇത് ഞാൻ ആവർത്തിക്കുകയില്ല. ദൈവം മനസാക്ഷി കാണുന്നത് അത്ര ഇതായിട്ട് തോന്നണേ. അല്ലാതെ അയ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സഭ അങ്ങനത്തെ കുമ്പസാരത്തിന് ഇതൊന്നും പാപമോചനം നൽകുന്നുമില്ല. അങ്ങനത്തെ ഇത് ഉപേക്ഷിക്കുമെന്നുള്ള ഒരു പൂർണ്ണ ഇതിലൂടെയാണ് നമുക്ക് പാപമോചനം കൂടെ തരുന്നത്. സഭയുടെ കുമ്പസാരത്തിൻ്റെ വ്യവസ്ഥകളിലെല്ലാം അത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പിടിച്ചു ചെയ്യണമെന്നല്ല പറഞ്ഞത്, ഇതെല്ലാം സ്നേഹത്തെ പ്രതിയേ ചെയ്യാവുള്ളൂ. മുമ്പേ പറഞ്ഞ ആ സ്നേഹത്തോടുള്ള പ്രതിസ്നേഹം എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ദൈവത്തോടുള്ള സ്നേഹമാണല്ലോ. അല്ലാതെ കുറേ നമ്മളുടെ പാവം എന്നുള്ള പറഞ്ഞ വാസ്തവം സ്നേഹത്തിനെതിരായിട്ടുള്ളതാണ് മൊത്തം പാവവും. അപ്പം അത് അങ്ങനെയാണ് ഹൃദയത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സംസാരിക്കുമ്പോഴേ അത് കഴിയുമ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒത്തിരി കാര്യങ്ങൾ. പിന്നെ നമുക്ക് ആ ഒരു പൂർണ്ണതയിലേക്ക് പിന്നെ പെട്ടെന്ന് ഒന്നില്ലേ പോലും നമ്മൾ പതുക്കെ ഇങ്ങനെ ഒരു ആത്മാർത്ഥതയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും ആന്തരികമായിട്ടേ. അങ്ങനെ ആത്മാർത്ഥത കാണിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഭയങ്കര ഒരു സൗഖ്യം ഉണ്ടാകാൻ തുടങ്ങും ഭയങ്കരമായിട്ട്. എന്നാൽ ഇതെല്ലാം സീരിയസ് ആയിട്ട് എടുക്കുന്നതായിട്ട് ദൈവത്തിന് തോന്നിയല്ലേ? അല്ല, നമ്മളെ കാണുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് സീരിയസ് ഒന്നും അല്ല. കമ്മിങ് എൻ്റെ അഗസ്റ്റിൻ്റെ ഒക്കെ ആത്മകഥ വായിച്ചിട്ടുണ്ടേ അറിയാം. സിനാളത്തിനെ കുറേ കാലം ഇങ്ങനെ അത് വിജാതീനായിട്ടാണ് ജീവിച്ചത്. നമ്മളെപ്പോലെ ഒന്നും അല്ല കേട്ടോ. നമ്മളൊക്കെ ഒരു വിശുദ്ധൻ്റെ പാസ്റ്റ് ലൈഫ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മളൊക്കെ ഭയങ്കരമായിട്ട് മുത്തുപോലെ നമ്മളെ പരിപാലിച്ച് വളർത്തുന്നതിൻ്റെ ഇടയ്ക്കെന്നാണ് നമ്മുടെ ഈ കുശുരതയൊക്കെ. അവരങ്ങനെയല്ല. അവർ സെൻറ്റേഷനൊക്കെ വിജാതീനായിട്ട് ജീവിച്ച അമ്മ ഇതായിരുന്നേ ഉള്ളൂ. കത്തോലിക്ക അപ്പനൊക്കെ വിജാതീനെ അപ്പനൊക്കെ ഇങ്ങനെ ഉഴപ്പി നടക്കാൻ അപ്പം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന അപ്പനുമാണ്. അങ്ങനെ ഒരു അപ്പന. അപ്പം എന്നിട്ട് ഈ ഇങ്ങനത്തെ അഗസ്റ്റിൻ്റെ ഈ അവസ്ഥയെന്ന് ജഡിക അവസ്ഥയെന്ന് ഇതിനു വേണ്ടി ഒരു ഗാർഡനിൽ കിടന്നിങ്ങനെ പെടച്ച ഈ പാവത്തെ ഉപേക്ഷിക്കുന്നേ. പിന്നെ പുള്ളി കിടന്നിങ്ങനെ ഇതിനെ ഉപേക്ഷിക്കാൻ ഇതിനെ ഒരു ഭയങ്കര ആകർഷണം ഉണ്ടല്ലോ. ഇത് നമ്മുടെ അസ്തിത്വത്തിൽ ഇങ്ങനെ പ്രവേശിച്ച് അതങ്ങനെ ശക്തമായിട്ട് കിടക്കുന്നതിനെ ഉപേക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ സെൻ്റ് അഗസ്റ്റിൻ്റെ കൺഫെഷൻ വായിച്ചാൽ അറിയാം. എന്നിട്ടിങ്ങനെ അതങ്ങ് ഉപേക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു മറന്ന പെടച്ചിലുണ്ട് കിടം. അതൊരു അനുതാപത്തിലേക്ക് വന്ന ആത്മാവിൻ്റെ ഒരു അവസ്ഥയാണ്. DC ആൻഡ് AC ഉണ്ട്. ബിഫോർ കൺവേർഷനും ആഫ്റ്റർ കൺവേർഷനും ചെയ്തുകൊണ്ട് വരുന്ന വചനം അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ
അത് അക്കാഡമിക് തിയറികളെ ശാസ്ത്രജ്ഞന്മാർ അതിൻ്റെ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോയതുപോലെ അവർ വിശുദ്ധരായി. അത് വചനം നന്നായിട്ട് എടുക്കാൻ തുടങ്ങി ജീവിക്കാനേ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഭയങ്കര നമ്മളിപ്പം ഒത്തിരി കാര്യങ്ങളിങ്ങനെ തിയറികളെ അക്കാഡമിക്കായിട്ട് എടുക്കുന്ന പോലെ വചനത്തെ ആ ഒരു ഇതിലല്ലേ നിർത്തുന്നത്. അതിനെ വിശുദ്ധരെടുത്തതുപോലെ എടുക്കാൻ തുടങ്ങിയാൽ അന്നേരത്തിന് ഭയങ്കര ആത്മാവിലെ വചനമെല്ലാം ഇപ്പം നമ്മൾ സുവിശേഷത്തിൽ ഇരിക്കുന്നതെല്ലാം ഭയങ്കര അന്നേരത്തിനും അതൊരു നമ്മുടെ ആവേശത്തിൻ്റെ വിഷയമാകും, ഭാരത്തിൻ്റെ വിഷയമല്ല. പിന്നെ അതിനെ അങ്ങനെ എന്നാ അതിസ്നേഹത്തോടെ പിന്നെ എടുക്കാനും വായിക്കാനും തുടങ്ങും. ഫ്രാൻസിസ് പിതാവ് അങ്ങനെയല്ല പറഞ്ഞു, വചനത്തിൽ ഇങ്ങനെ തുറക്കുമ്പം ദൈവത്തിൻ്റെ വാ തുറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ലായിരുന്നു. അങ്ങനെയാണ് സെൻറ്റ് ഫ്രാൻസിസ് ബൈബിൾ തുറന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെ എടുക്കാൻ പറ്റണം. അല്ല പറ്റുമോ? അതെ അങ്ങനെ. അല്ലാതെ ഈശോയുടെ വചനം ഈശോ ഇങ്ങനെ സ്ഥാപിച്ച് ഇത്രയും വലിയ വില കൊടുത്ത് ദൈവം നമ്മൾ നല്ലപോലെ ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മളെങ്ങനെ എന്നതാ ദൈവത്തിൻ്റെ ഭാഗത്ത് നിധി കൂടുതൽ ഒരു ശതമാനം പോലും ചെയ്യാൻ പറ്റാത്ത രീതി പെർഫെക്ഷനില്ല ദൈവം രക്ഷയുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി വെച്ചിരിക്കുന്നു അല്ലേ. അതുപോലെ പീഡ സഹിച്ചു, അതുപോലെ പിതാവിൻ്റെ മടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ചുമ്മാ ചിന്തിക്കുമ്പോഴാണ് അതെ ഒരു ദൈവം ആത്മാവായിരിക്കുന്ന ഒരാൾ മനുഷ്യനായിരിക്കുക എന്ന് പറയുന്നത് നമുക്കിപ്പം ചിന്തിക്കുമ്പം വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. മനുഷ്യൻ്റെ എല്ലാ പരിമിതികളോടും കൂടിയല്ലേ ഒരു മാംസം ഉണ്ടായിരിക്കുക, ദൈവം അങ്ങനെ ആയിരിക്കുക എന്ന് പറയുന്നത്, ഈശോ അങ്ങനെ ആയിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആ മനുഷ്യാവതാരത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ മടിയിൽ വശസ് ആ മഹിമയിൽ നിന്ന് നമുക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത് തന്നെ നമ്മൾ ഓർത്താൽ നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ലാത്ത രീതിയിൽ അത്ര വലിയ സ്നേഹമാണ്. പിതാവിന് ഈ പുത്രനെ വിട്ടുകൊടുക്കാനും അതുപോലെ സ്നേഹമാണ് എന്ന് പറഞ്ഞാലേ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. മടിയിലിരിക്കുന്ന കൊച്ചിനെ എന്ന് പറഞ്ഞാൽ ആ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഇപ്പോൾ ധ്യാനിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അത്രയും വലിയ സ്നേഹത്തിൽ നിന്നാണ് പിതാവ് പുത്രനെ നമുക്ക് വേണ്ടി നൽകപ്പെടുന്നത്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചെന്നല്ല പറയും. അതിൻ്റെ ആ സ്നേഹത്തിൻ്റെ ശക്തി നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ചുമ്മാ ഇങ്ങോട്ട് വിടുവൊന്നുമല്ല ഇത്. അവൻ പറഞ്ഞു പോയ വചനങ്ങളൊക്കെ എന്തേരം സീരിയസ് ആയിട്ട് എടുക്കണമെന്നുള്ളതേ. ഒത്തിരി കാര്യങ്ങൾ പാലിക്കാൻ വേണ്ടിയുള്ള വചനം തന്നെ കിടക്കുമോ, ഒരു വ്യാഖ്യാനം കൂടാതെ വചനത്തിൽ മുഴുവൻ നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിൽ പാലിച്ചു പോകാവുന്നതാണ് മൊത്തം എന്ന് പറഞ്ഞ പോലെ. വചനത്തിൽ നമ്മൾ വ്യാഖ്യാനമൊക്കെ ഈ മനസ്സിലാക്കിയാത്ത ഭാഗത്തല്ലേ ഉള്ളൂ. പിതൃക്കളെ സ്നേഹിക്കാൻ പറയുന്നതിന് വ്യാഖ്യാനിക്കാനൊന്നും പോകണ്ടല്ലോ. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതിന് വ്യാഖ്യാനത്തിന് കാര്യമൊന്നുമില്ല. നമ്മളെ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. പ്രാർത്ഥിക്കാനുള്ള കൃപ ഇതും കൂടെ വേണമെന്നുള്ളൂ ആത്മാവിൻ്റെ. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ജീവിക്കാൻ വേണ്ടി ഞാൻ 1-2 പറഞ്ഞുള്ളൂ. അതെല്ലാം കൊണ്ട് എഴുതി എടുക്കുവാണെങ്കിൽ ഒത്തിരി വചനങ്ങൾ അതെല്ലാം കൊണ്ട് ജീവിച്ചു കഴിയുമ്പോഴത്തേനും പിന്നെ ദൈവത്തെ സ്നേഹിക്കുക. വചനത്തിൽ നിന്ന് ഈശോ ഉറപ്പ് നൽകിയിരിക്കുന്നത് ഈശോയെ സ്നേഹിക്കുന്നത് എൻ്റെ വചനം പാലിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും എൻ്റെ വചനം പാലിക്കാത്തവർ എന്നെ സ്നേഹിക്കുന്നില്ല വചനങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. ആദ്യത്തെ എൻ്റെ വചനം പാലിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ വചനങ്ങൾ എന്നെ സ്നേഹിക്കാത്തവർ എൻ്റെ വചനങ്ങൾ എന്നാണ് അവിടെ ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വചനങ്ങളായിട്ട് ചെതറിപ്പോകാൻ നേരം സ്നേഹിക്കുന്നില്ലെന്ന്. അപ്പം നമുക്ക് ഉറപ്പുള്ളത് ഇപ്പം നമ്മൾ ദിവ്യാരണ്യ സംഗതിയിൽ പോയിരുന്ന ഈശോയോട് ഭയങ്കര ഒത്തിരി കവിതാത്മകമായിട്ടൊക്കെ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് ഒരു സ്നേഹം ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മളൊരു വചനം പാലിക്കുമ്പം നമുക്കൊരു പക്ഷേ നമുക്ക് സ്നേഹിച്ചതുപോലെ ഫീൽ ചെയ്യപ്പെടുന്നില്ലെങ്കിലും നമ്മൾ ഈശോയെ സ്നേഹിക്കുമെന്ന്. അല്ലാത്തപ്പം ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്തെന്നിരിക്കും നമ്മൾ ഈ ഇമോഷണലായിട്ട്. പക്ഷെ ഇവിടെ വചനം പാലിക്കുമ്പോൾ ചിലപ്പോൾ ഇമോഷണലായിട്ട് ഒരു ഫീലിംഗും ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. ഈശോ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. വേറൊരിടത്തും പറഞ്ഞിട്ടില്ല, വേറൊരു രീതിയിലും പറഞ്ഞിട്ടില്ല. അപ്പം വചനം പാലിക്കുമ്പോഴാണ് അങ്ങനെ. രണ്ടാമത് കൽപ്പനകളും പറയുന്നുണ്ട്. എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. പുതിയ നിയമത്തിലെ ഈ മുമ്പേ പറഞ്ഞ കൽപ്പന കേട്ടോ. കുറേ സിസ്റ്റേഴ്സ് വന്നായിരുന്നു, അവർ ചോദിക്കുമായിരുന്നു. അന്നേരം അതിനുള്ള മറുപടികളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ബേസിസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ഓർത്തെടുക്കായിരിക്കും. പരിശുദ്ധാത്മാവ് ഓർത്തെടുപ്പിക്കട്ടെ. ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ലായിരുന്നു ദൈവമാണെന്നേ. അവിടെ ഇപ്പോൾ ആർക്കും പോലും അപ്പസ്തലന്മാർക്ക് പോലും ദൈവമാണെന്ന് അങ്ങനെ നമ്മൾ അടുത്തിരിക്കുമ്പോൾ നമുക്ക് പിടികിട്ടത്തില്ല. ഈ വലിയ സംഭവങ്ങളുടെ നമുക്ക് അന്നേരം പിടികിട്ടത്തില്ല. മാതാവിന് ചിലപ്പം ഒരുവിധം ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. മാതാവിന് പോലും ചിലപ്പോൾ അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ആളല്ലേ, അവരുടെ കൂടെ ഇരുന്നതും അവരുടെ കൂടെ കിടന്നതും